Hi everyone, welcome back to my YouTube channel. I'm Harikrishnan, CMA final year student. So CMA ഫൗണ്ടേഷൻ എക്സാം 2022 CMA ഫൗണ്ടേഷൻ എക്സാം ജാനുവരി ഫസ്റ്റ് ഡേറ്റിൽ തന്നെ നമ്മൾ നടക്കുകയാണ് അല്ലേ. സോ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെയൊക്കെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, സിലബസ് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. സോ ഇപ്രാവശ്യത്തെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോവിഡും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഫൗണ്ടേഷൻ എക്സാം കൂടുതലായിട്ടും എന്ത് മോഡാണ്, MCQ മോഡാണ് അല്ലേ. സോ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളതും അതേപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതും MCQ മോഡലിനൊപ്പം തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറേ ഏരിയാസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരിക്കും. സോ MCQ ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതും അതേപോലെ തന്നെ നമ്മൾ കുറച്ച് MCQ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ CMA ഫൗണ്ടേഷൻ്റെ ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ള ഏരിയാസിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് MCQs ആണ്. സോ നമ്മൾ MCQs മാത്രമാണോ, നമ്മൾ ഓരോ MCQs ഡിസ്കസ് ചെയ്യുന്ന സമയത്തും അത് കവർ ചെയ്തു പോകുന്ന ആ ടോപ്പിക് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സപ്പോസ് നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുമായിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യും, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ടോപ്പിക് കൂടി നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്തുവാണ്, നമ്മുടെ MCQസിന്റെ പ്രാക്ടീസും കംപ്ലീറ്റ് ആവും, അല്ലെങ്കിൽ MCQs നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും പഠിക്കും. അതേപോലെ തന്നെ ഓൾറെഡി നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള ആ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ഒരു റിവിഷൻ കൂടി എന്ത് ചെയ്യാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, യെസ്. സോ ഓൾറെഡി നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. സോ ഞാൻ വീണ്ടും പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ടോപ്പിക്സ് വീണ്ടും ഒരു ക്ലാസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ MCQs ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, യെസ്. സോ നമുക്ക് മാക്സിമം ടൈമിനുള്ളിൽ നമുക്ക് MCQs എങ്ങനെ ആൻസർ ചെയ്യാം. MCQs ആൻസർ ചെയ്യാൻ പല മെത്തേഡുകളുണ്ട്. നമുക്ക് ഓപ്ഷൻസുകളെ ക്യാൻസൽ ചെയ്തുകൊണ്ട്, നമുക്ക് തെറ്റാണെന്ന് തോന്നുന്ന ഓപ്ഷൻസുകളെ ക്യാൻസൽ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, MCQs നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ MCQ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് 4 ഓപ്ഷൻസ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, വായിച്ചു നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കാരണം ചിലപ്പോൾ മേ ബി നമുക്ക് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ഓക്കെ ഇതായിരിക്കാം ആൻസർ എന്ന് നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ കംപ്ലീറ്റ് 4 ഓപ്ഷൻസും വായിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മേ ബി ചിലപ്പോൾ ബോത്ത് A ആൻഡ് B, അതായത് ഒന്നാമത്തെ ഓപ്ഷനും രണ്ടാമത്തെ ഓപ്ഷനും എന്തായിരിക്കാം, ശരിയായിരിക്കാം. സോ അങ്ങനെയുള്ള ഓപ്ഷൻസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. ഓക്കെ, യെസ്. സോ ഇന്ന് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെ ബിറ്റ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു ഏരിയയെ കൂടി എന്ത് ചെയ്യും, കവർ ചെയ്ത് പോകും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഐറ്റം ഈസ് ഷോൺ ഇൻ ദി റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. സോ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതൊക്കെയാണ് എന്ത് ചെയ്യുക, കാണിക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ എങ്ങനെയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുന്നുണ്ടാവാം, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ എല്ലാ റെസിപ്റ്റുകളും എല്ലാ പേയ്മെന്റും കാണിക്കും അല്ലേ. നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് ഫോർമാറ്റ് കണ്ടാൽ അറിയാം, എല്ലാ റെസിപ്റ്റുകളും എല്ലാ ഫോർമാറ്റ് ആ ഫോർമാറ്റിൽ എല്ലാ റെസിപ്റ്റുകളും എല്ലാ പേയ്മെന്റ്സും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കാണിക്കാറുണ്ട്. ഓക്കെ, യെസ്. സോ ഓൾ റെസിപ്റ്റ്സ് ആൻഡ് അതേപോലെ തന്നെ ഓൾ പേയ്മെന്റുകൾ എന്ത് ചെയ്യാറുണ്ട്, കാണിക്കാറുണ്ട്. ഓക്കെ, യെസ്. സോ ഏതായിരിക്കും ഓപ്ഷൻ, ഒന്നാമത്തെ ഓപ്ഷൻ ഏതാണ്, ഓൺലി ഐറ്റംസ് ഓഫ് ക്യാപിറ്റൽ നേച്ചർ. ക്യാപിറ്റൽ നേച്ചർ മാത്രമാണോ കാണിക്കുക, അല്ല, ഓൺലി ഐറ്റംസ് ഓഫ് റവന്യൂ നേച്ചർ വിച്ച് ആർ റിസീവ്ഡ് ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് അക്കൗണ്ട്. റവന്യൂ നേച്ചർ മാത്രമല്ല കാണിക്കുക, നമ്മൾ രണ്ടും കാണിക്കും. ഓൺലി ഐറ്റം ഓഫ് റവന്യൂ നേച്ചർ പെർട്ടൈനിങ് ടു ദി പീരീഡ് ഓഫ് അക്കൗണ്ട്, അതുമല്ല. സോ നാലാമത്തെ ഓപ്ഷൻ, both the item of capital and revenue nature which are received during the period of accounts. സോ നമ്മുടെ കറന്റ് ഫിനാൻഷ്യൽ ഇയറിൽ കാണിക്കുന്ന എല്ലാ ക്യാപിറ്റൽ നാച്ചുറൽ ഐറ്റംസും റവന്യൂ നാച്ചുറൽ ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യും, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ ഷോ ചെയ്യും. ഓക്കെ, യെസ്. സോ ഓപ്ഷൻ D ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. സോ ഇതേപോലെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ എങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ടായിരിക്കും, കറക്റ്റ് ആ ഓപ്ഷൻ മാത്രം പറയല്ലാതെ എങ്ങനെയാണ് ആ ഓപ്ഷനിലേക്ക് വന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്ന് പഠിച്ചു അല്ലേ. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ നോക്കി. സോ അതേപോലെ തന്നെ ആയിരിക്കും ഇനി മുന്നോട്ട് വരുന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. സോ ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഒരു ആൻസർ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന്റെ ആൻസർ സെലക്ട് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലേ രണ്ടുപേരും കറക്റ്റ് ആണോ എന്നുള്ളത്. ഓക്കെ അല്ലേ, യെസ്. സോ അധികം സമയം കളയണ്ട. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
Any income arising from special fund will be credited to. അതായത് സ്പെഷ്യൽ ഫണ്ടായിട്ട് നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നുള്ളത്. ഓക്കെ, യെസ്, സ്പെഷ്യൽ ഫണ്ടാണ് ഇവിടെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുക? നമ്മൾ എല്ലാ ക്യാപിറ്റൽ നേച്ചറും റെക്കോർഡ് ചെയ്യും, റവന്യൂ നേച്ചറും റെക്കോർഡ് ചെയ്യും, അല്ലേ? നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? സ്പെഷ്യൽ ഫണ്ട് വിൽ ബി ക്രെഡിറ്റഡ് ടു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് ടേമുകളുണ്ട്, സ്പെഷ്യൽ ഫണ്ട്സും ആയിരിക്കണം, അതെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യുകയും കൂടി വേണം. ഓക്കെ, യെസ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ജനറൽ ഫണ്ട് ഇൻ ബാലൻസ് ഷീറ്റ് അതായിരിക്കോ? അതായിരിക്കില്ല. കാരണം എന്താണ്? ഓൾറെഡി പറഞ്ഞിട്ട് എന്താണത്? സ്പെഷ്യൽ ഫണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലും നമ്മൾ കാണിക്കില്ല. ആൻഡ് ഫോർത്ത് ഓപ്ഷൻ സ്പെഷ്യൽ ഫണ്ട് ഇൻ ദി ബാലൻസ് ഷീറ്റ് എന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ആൻഡ് ഇതിന് മുന്നോടിയായിട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് പറയട്ടെ, നമ്മൾ ഈ ഒരു വീഡിയോയുടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ആയിരിക്കും അത്. ആ ലിങ്ക് ഫോളോ ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ CMA ഫൗണ്ടേഷൻ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ അപ്പിയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക. സോ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നോട്ട്സുകളും അതേപോലെ തന്നെ നമ്മൾ മാത്സിന്റെ ഒരു മാരത്തോൺ പോലെ ഇതേപോലെ MCQs പ്രാക്ടീസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അതിന്റെ ഡീറ്റെയിൽസും മാത്സിന്റെ, അതായത് നമ്മുടെ ഫൗണ്ടേഷന്റെ 4ാമത്തെ പേപ്പർ ആയിട്ടുള്ള മാത്സിന്റെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ബേസിക് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻസ് ബുക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അതിൽ കൊടുക്കുന്നുണ്ടാവും. ഇനി കൂടാതെ നിങ്ങൾ ഫ്യൂച്ചറിൽ ഇന്റർമീഡിയറ്റിലേക്കും ഫൈനലിലേക്കും ഒക്കെ എത്തുമ്പോൾ അതിനനുസരിച്ചുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക, ഫിൽ ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. യെസ്. സോ തേർഡ് ക്വസ്റ്റ്യൻ. There are 100 members each paying an annual subscription of ₹500. The receipt and payment account show arrears subscription of 4,500, advance subscription 6,000 and current 44,500. How much amount to be credited in the income and expenditure account? Okay. സോ നമ്മൾ ബേസിക്കലി നമുക്ക് എങ്ങനെ ആലോചിക്കാം? നമുക്കൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരച്ചു നോക്കാം, അല്ലേ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരച്ചു നോക്കാം. അതിൽ സബ്സ്ക്രിപ്ഷനെ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? റെക്കോർഡ് ചെയ്ത് നോക്കാം. സോ നമുക്കറിയാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കറണ്ട് പീരിയഡിലെ ട്രാൻസാക്ഷൻസുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? റെക്കോർഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കറണ്ട് ഇയറുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. ഓക്കെ, സോ സാധാരണയായിട്ട് നമ്മൾ പ്രാക്ടിക്കലി അതല്ലെങ്കിൽ നമ്മൾ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടി മനസ്സിലാക്കണം. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? നമുക്ക് അടുത്ത അല്ലെങ്കിൽ മറ്റ് ഇൻഫർമേഷൻസിലേക്കൊന്നും നമുക്ക് എന്ത് പോകേണ്ട ആവശ്യമില്ല, മറ്റ് എമൗണ്ടുകളൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നുണ്ട്, ആ ഒരു ഗ്രൂപ്പിൽ അതല്ലെങ്കിൽ ആ ഒരു ക്ലബിൽ 100 മെമ്പേഴ്സ് ആണുള്ളത്. ഓരോ മെമ്പേഴ്സും പേ ചെയ്യുന്നത് 500 rupees ആണ്. ഒരു വർഷത്തിൽ 500 രൂപയായിരിക്കും ഓരോ മെമ്പറും എന്ത് ചെയ്യുന്നുണ്ടാവുക? പേ ചെയ്യുന്നുണ്ടാവുക. സോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആക്ച്വലി സബ്സ്ക്രിപ്ഷൻ ഡ്യൂ ആയിട്ടുള്ള അല്ലേ നമ്മൾ റെക്കോർഡ് ചെയ്യാം? യെസ്. സോ എത്ര വേണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഈസിയാണ്. 100 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. സോ 100 മെമ്പേഴ്സ് ഇൻറ്റു 500 പെർ മെമ്പർ. ഒരാള് 500 രൂപയായിരുന്നു. സോ എത്രയായിരിക്കും നമ്മുടെ ആൻസർ? 50,000 ആയിരിക്കും നമ്മളുടെ ആൻസർ ആയിട്ട് വരാം. ഓക്കെ, യെസ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന രീതി മനസ്സിലാക്കണം. ഇതിൽ നിങ്ങൾ ഡൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിൽ എഴുതുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൈപ്പിൽ കുറേ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് അതെന്തെങ്കിലും ആവശ്യമുണ്ടോ? ആക്ച്വലി നമുക്കതൊന്നും ആവശ്യമില്ല. യെസ്. സോ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഡി ഈസ് ദി ആൻസർ. 15,000 ഈസ് ദി ആൻസർ. എത്ര പേർക്ക് കിട്ടി? 50,000 രൂപ എത്ര പേർക്ക് കിട്ടി? ഓക്കെ, സോ നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ തംസ് അപ്പ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ₹15,000, ക്ലോസിംഗ് സ്റ്റോക്ക് 40,000, പർച്ചേസ് 1,90,000, പ്രോഫിറ്റ് മാർജിൻ ഈസ് 16.67%. Okay, on the sale, the sales are
നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ടോട്ടൽ സെയിൽസ് ആണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ക്വസ്റ്റ്യനിലെ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻ ആയിട്ട് വരിക, യെസ്, നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് എന്താണ്? പർച്ചേസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണെന്ത്? നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻ. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഓക്കെ, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. സോ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ളത് 50,000 രൂപയാണ്, പ്ലസ് പർച്ചേസ് ചെയ്തത് 1,90,000 റുപ്പീസിനാണ്. ഓക്കെ, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 40,000 ആണ്. സോ ദി ആൻസർ വിൽ ബി 2 lakh rupees. 2 lakh rupees ആയിരിക്കും നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ ക്വസ്റ്റ്യനിൽ ഇവിടെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് 100% എന്ന് എടുക്കുകയാണെങ്കിൽ, സെല്ലിംഗ് പ്രൈസ് 100 rupees അല്ലെങ്കിൽ 100% എന്ന് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 100 rupees ആണ്. ഇവിടെ പ്രോഫിറ്റ് മാർജിൻ എത്രയാ? ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് മാർജിൻ ഈസ് എത്രയാണ്? 16.67. സോ ഓട്ടോമാറ്റിക്കലി കോസ്റ്റ് എത്രയായിരിക്കും വരുന്നുണ്ടാവുക? സെല്ലിംഗ് പ്രൈസ് 100 ആണ്, പ്രോഫിറ്റ് മാർജിൻ 16.67 ആണ്. സോ കോസ്റ്റ് എന്തായിരിക്കും? 100 മൈനസ് 16.67. 100 മൈനസ് 16.67. സോ ദി ആൻസർ വിൽ ബി എത്ര വരും? 83.33. ഓക്കെ, യെസ്. സോ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ സെയിൽസ് വാല്യൂ 100 ആണെങ്കിലാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? ഇത്രയും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടില്ലേ? എത്രയാ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? 2 lakh ആണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ? 2 lakh ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, പ്രോഫിറ്റ് മാർജിൻ നമുക്ക് അറിയാലോ എത്രയാണ്? 16.67 ആണ്. നമ്മളിവിടെ എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? സെല്ലിംഗ് പ്രൈസ് ആണ് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാ ചെയ്യാം? യെസ്, എക്സ് ഈക്വൽ ടു 2 lakh into 100 divided by 83.33. X equal to 2 lakh into 100 divided by 83.33. Okay, yes. സോ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത്? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ പ്രോഫിറ്റ് മാർജിനും തന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമുക്ക് 100 രൂപയാണ് ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എന്ത് ചെയ്തിട്ടുള്ളത്? സെല്ലിംഗ് പ്രൈസ് എങ്കിൽ ആ 100 രൂപ വിറ്റ് കഴിഞ്ഞാൽ, 100 രൂപയ്ക്ക് ആ സാധനം വിറ്റ് കഴിഞ്ഞാൽ 16.67 രൂപയായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക. സോ അങ്ങനെയാണെങ്കിൽ 2 lakh rupeesന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കോസ്റ്റ് വരുത്തുന്നുണ്ടെങ്കിൽ 2 lakh rupees കോസ്റ്റ് വരുത്തുന്നുണ്ടെങ്കിൽ എത്ര ആയിരിക്കും നമ്മുടെ സെല്ലിംഗ് എമൗണ്ട് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 2 lakh into 100 divided by 83.33 ചെയ്ത് കഴിഞ്ഞാൽ ദി ആൻസർ വിൽ ബി എത്രയാണ് കിട്ടുന്നത്? യെസ്, 2,40,000. 2,40,000 ആയിരിക്കും നമ്മുടെ ആൻസർ. ആൻസർ എ ഈസ് കറക്റ്റ്. യെസ്, എത്ര പേര് ശരിയാക്കി? ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യുക, ടൈം എടുത്ത് ചെയ്യുക. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസറിലേക്ക് വരിക. ഓക്കെ അല്ലേ? യെസ്. And the next question is, goods sold for 25,000 passed through sales day book will result in. അതായത് പ്രിപ്പറേഷൻ ഓഫ് സെയിൽസ് ബുക്കിനെ പറ്റിയാണ് പറയുന്നത്. പ്രിപ്പറേഷൻ ഓഫ് സെയിൽസ് ബുക്ക്. ആൻഡ് അതിനു മുൻപ് നമ്മൾ ഇതുപോലെ ചെയ്യുന്ന, അതായത് ഈ PDF-ന്റെ പ്രിന്റ് ഔട്ട് കൂടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ എത്രയും പെട്ടെന്ന് നമ്മുടെ വീഡിയോ ഇവിടെ തന്നെ പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള ഫോം ഫിൽ ചെയ്യുക. നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കിട്ടും. സോ അതിൽ വേഗം ജോയിൻ ചെയ്യുക. ഇനി ഫൗണ്ടേഷൻ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാലും ഇന്റർമീഡിയറ്റിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഓക്കെ, യെസ്. സോ ഗുഡ്സ് ബോട്ട് ഫോർ ₹25,000, 25,000 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള ഗുഡ്സ് നമ്മൾ ആക്ച്വലി നമ്മളുടെ ജേർണൽ എൻട്രി എന്താ വരിക, അല്ലെങ്കിൽ നമ്മുടെ
ട്രയൽ ബാലൻസ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഗ്രോസ് പ്രോഫിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? യെസ്, ട്രേഡിംഗ് അക്കൗണ്ട് ആയിരിക്കും അല്ലേ? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ട്രേഡിംഗ് അക്കൗണ്ട് ആയിരിക്കും. സോ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് സൈഡിലാണ് കാണിക്കുക? യെസ്, പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലായിരിക്കും കാണിക്കുന്നുണ്ടാവാം. സെയിൽസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലായിരിക്കും കാണിക്കുന്നുണ്ടാവാം. ഓക്കെ, യെസ്. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ സെയിൽസ് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് ഉദ്ദേശിക്കുന്നത്? സോ ഒരു ബിസിനസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ് എന്ത്? സെയിൽസ് എന്ന് പറയുന്നത്. സോ സെയിൽസിലൂടെയാണ് ഒരു ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നതിന് പകരം പർച്ചേസ് ചെയ്യുമ്പോൾ ആക്ച്വലി ക്യാഷ് എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക അല്ലേ? അതായത് പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മുടെ വരുമാനം കുറയാണ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പെൻസ് ഉണ്ടാവുകയാണ് ചെയ്യുക. ഓക്കെ, സോ ആ എമൗണ്ട് നമ്മൾ സെയിൽസ് ബുക്കിൽ റെക്കോർഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് കൂടുകയാണ്? നമ്മുടെ സെയിൽ ചെയ്യുമ്പോഴുള്ള റവന്യൂ കൂടുകയാണ്. സോ റവന്യൂ കൂടുകയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുകയാണോ ഡിക്രീസ് ചെയ്യുകയാണോ ചെയ്യുക? യെസ്, ഗ്രോസ് പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ നോക്കുക ഓപ്ഷൻസ്. നോ എഫക്റ്റ് ഓൺ ഗ്രോസ് പ്രോഫിറ്റ്, ഇത് ആൻസർ കറക്റ്റ് ആണോ? അല്ല, ആൻസർ തെറ്റാണ്. ഡിക്രീസ് ഇൻ ഗ്രോസ് പ്രോഫിറ്റ് ഡിക്രീസ് ചെയ്യാണോ ചെയ്യാം? അല്ല, ഗ്രോസ് പ്രോഫിറ്റ് ഡിക്രീസ് ഇല്ല ചെയ്യാം. ഡിക്രീസ് ഇൻ നെറ്റ് പ്രോഫിറ്റ് ഡിക്രീസ് ചെയ്യോ? ഇല്ല, നെറ്റ് പ്രോഫിറ്റും എന്താ ചെയ്യാറ്? ഇൻക്രീസ് ആണ് ചെയ്യാം. ഓക്കെ, നെറ്റ് പ്രോഫിറ്റും ഇൻക്രീസ് ആണ് ചെയ്യാം. ആൻഡ് ഓപ്ഷൻ ഡി, എന്താണ് ഓപ്ഷൻ ഡി കൊടുത്തുള്ളത്? യെസ്, ഇൻക്രീസ് ഇൻ ഗ്രോസ് പ്രോഫിറ്റ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. ദിസ് ഈസ് ദി കറക്റ്റ് ആൻസർ. അഞ്ചാമത്തെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, യെസ്. ആൻഡ് സിക്സ്ത് വൺ, which of the following is result is disagreement of trial balance? ഓക്കെ, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും എറേഴ്സ് ഏത് ട്രാൻസാക്ഷൻ വരുമ്പോഴാണ് ഉണ്ടാവുക എന്നതാണ് പറയുന്നത്. അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് താഴെ പറയുന്ന ഏത് മെത്തേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏത് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴാണ് ബാലൻസ് ആവാതിരിക്കുക? നമുക്കറിയാം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കണം? രണ്ട് സൈഡും ടോട്ടലി ബാലൻസ് ആയിട്ടുണ്ടായിരിക്കണം അല്ലേ? ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും, അതായത് ഡെബിറ്റ് കോളും ക്രെഡിറ്റ് കോളും ടോട്ടൽ ഈക്വൽ ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, ഫസ്റ്റ് വൺ, സെയിൽസ് റിട്ടേൺ ട്രീറ്റഡ് ആസ് പർച്ചേസ്. സോ സെയിൽസ് റിട്ടേൺസ് എന്താണ്? സെയിൽസ് റിട്ടേൺസ് നമ്മൾ സാധാരണഗതിയിൽ സെയിൽസ് റിട്ടേൺസും അതേപോലെ തന്നെ പർച്ചേസിനും എന്താണ്? ഒരേ സ്വഭാവമാണ് വരിക അല്ലേ? ഒരേ സൈഡിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? റെക്കോർഡ് ചെയ്യുന്നുണ്ടാവാം. ആൻഡ് പർച്ചേസ് റിട്ടേൺ ട്രീറ്റഡ് ആസ് സെയിൽസ് സെയിം ആസ് എന്ത് പർച്ചേസ് റിട്ടേൺസും സെയിൽസും ഒരേപോലെ തന്നെയാണ് വരിക. നമ്മുടെ ജേർണൽ എൻട്രി നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും പർച്ചേസ് റിട്ടേൺസും സെയിൽസും ഒരേ ഫോമാണ് വരിക. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ജേർണൽ എൻട്രി എഴുതി നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. സോ ഇവിടെ ഞാൻ അധികം ഡീറ്റെയിൽ ആക്കുന്നില്ല. ഓക്കെ, ആൻഡ് തേർഡ് വൺ, റാം അക്കൗണ്ട് റോങ്ലി ക്രെഡിറ്റഡ് ഇൻസ്റ്റഡ് ഓഫ് ശ്യാം അക്കൗണ്ട്. ഓക്കെ, റാം അക്കൗണ്ട് റോങ്ലി ക്രെഡിറ്റഡ് ടു ഇൻസ്റ്റഡ് ഓഫ് ശ്യാം അക്കൗണ്ട്. ശ്യാം അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശ്യാം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം റാം അക്കൗണ്ടിൽ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടാവോ? ഒരു എററും ഉണ്ടാവില്ല. നമ്മൾ അക്കൗണ്ട് മാറിപ്പോയി എന്നേ ഉള്ളൂ. പക്ഷെ എന്താണ്? എമൗണ്ട് ടോട്ടല് കറക്റ്റ് ആയിരിക്കും. ആൻഡ് ഓപ്ഷൻ ഡി, അണ്ടർ കാസ്റ്റിംഗ് ഓഫ് ക്യാഷ് ബുക്ക് ബൈ 1100. നമ്മുടെ ക്യാഷ് ബുക്കിൽ 1100 രൂപ കുറഞ്ഞു കിടക്കുകയാണ്. 1100 രൂപ കുറഞ്ഞു കിടക്കാണ്. സോ ഓഫ് കോഴ്സ് ക്യാഷ് ബുക്കിൽ ക്യാഷ് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമ്മുടെ ട്രയൽ ബാലൻസിലെ എഫക്ട് ചെയ്യും. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി, അണ്ടർ കാസ്റ്റിംഗ് ക്യാഷ് ബുക്ക് ബൈ 1100. ഓക്കെ, യെസ്. സോ ഇത് നമുക്ക് എറേഴ്സ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, ട്രയൽ ബാലൻസ് ആൻഡ് അതേപോലെ തന്നെ എറേഴ്സ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സിമ്പിൾ. ആൻഡ് സെവൻത്ത് ക്വസ്റ്റ്യൻ ജോയിന്റ് വെഞ്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ എ ജോയിന്റ് വെഞ്ചർ എക്സ് ആൻഡ് വൈ ഷെയറിംഗ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈക്വലി. സോ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? 1:1 ആയിരിക്കും. ഓക്കെ, 1:1 ആണ്. ഈക്വലി എന്ന് പറയുമ്പോൾ 1:1. എക്സ് പർച്ചേസ്ഡ് ഗുഡ്സ് കോസ്റ്റിംഗ് ഓഫ് ₹40,000. 40,000 രൂപയുടെ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. വൈ സോൾഡ് ദി ഗുഡ്സ് ഫോർ 50,000. 50,000 രൂപയുടെ ഗുഡ്സ് ആര് സെയിൽ ചെയ്തിട്ടുണ്ട്? വൈ സെയിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, എക്സ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് 1% കമ്മീഷൻ ഓൺ പർച്ചേസ്.
പർച്ചേസ് ചെയ്തതിൻ്റെ 1% എന്ത് ചെയ്യണം, കമ്മീഷൻ കിട്ടണം. ആൻഡ് വൈ ഈസ് എൻറ്റൈറ്റിൽ ടു ഗെറ്റ് 5% കമ്മീഷൻ ഓൺ സെയിൽസ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മളോട് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യാനല്ല ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യെസ്. സോ നമുക്ക് എന്ത് ചെയ്യാം, റഫ് ആയിട്ടുള്ള ഒരു ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് വരച്ചു നോക്കാം. ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്. ഓക്കെ, യെസ്. സോ അതിൽ 40,000 നമ്മൾ പർച്ചേസ് ചെയ്തുള്ള 40,000 നമ്മുടെ എക്സ്പെൻസ് ആണല്ലോ അല്ലേ, എക്സ്പെൻസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് സൈഡിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. റഫ് ആയിട്ടൊരു ജോയിന്റ് വെഞ്ചർ വരച്ചു നോക്കുക. നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാം. നമുക്ക് റഫ് ഷീറ്റ് തരുന്നുണ്ടാവുമല്ലോ. സോ ആ റഫ് ഷീറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് 40,000 എക്സ്പെൻസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻസ് സൈഡിൽ എഴുതണം. എന്നാൽ അതേപോലെ തന്നെ കമ്മീഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ, 2 കമ്മീഷൻ ആണെങ്കിലും എന്ത് തന്നെയാണ്, നമുക്ക് എക്സ്പെൻസ് ആണ്. സോ 400 ആയിരിക്കും നമുക്ക് കമ്മീഷൻ വരിക. ഓക്കെ, പർച്ചേസ് ചെയ്തതിൻ്റെ 40,000ൻ്റെ 1%, അതേപോലെ തന്നെ സെയിൽസിൻ്റെ 5%, കമ്മീഷൻ. സോ 40,000ൻ്റെ 1% എന്ന് പറയുമ്പോൾ 400 ആൻഡ് 50,000ൻ്റെ 5% എന്ന് പറയുമ്പോൾ 2,500. അതേപോലെ തന്നെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഗുഡ്സ് സെയിൽ ചെയ്തതിലൂടെ നമുക്ക് ഒരു 50,000 നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ പ്രോഫിറ്റ് നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് നമുക്ക് എത്ര കിട്ടുക, ബാലൻസ് ചെയ്ത് നോക്കൂ. സോ 50,000 മൈനസ് 40,000 മൈനസ് 400 മൈനസ് 2,050. സോ ദി പ്രോഫിറ്റ് ഈസ് എത്ര വരിക, 7,100 ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് വരാം. 7,100 ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് വരാം. എന്ത് ചെയ്താൽ മതി, യെസ്, 50,000 മൈനസ് 40,000 പ്ലസ് 400 പ്ലസ് 2,500. The answer will be 7,100. Okay, yes. So the option എത്രയാണ് വരിക, ഓപ്ഷൻ എ 7,200 ആണ്, അല്ല ഓപ്ഷൻ ബി 7,100. 7,100 ഈസ് ദി ആൻസർ. ഓക്കെ, യെസ്. ആൻഡ് അക്കൗണ്ടിങ്ങിലെ നമ്മൾ ഏകദേശം 7 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ ഈ 7 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു, 7 ഏരിയാസിലൂടെ നമ്മൾ എന്ത് ചെയ്തു, ചെറുതായിട്ട് കവർ ചെയ്ത് വന്നു. നിങ്ങൾ പ്രീവിയസ് ആയിട്ട് അല്ലെങ്കിൽ ഇതിന് മുമ്പ് നിങ്ങൾ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ ബേസിക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഈ MCQs നിങ്ങൾക്ക് ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. ബേസിക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഈ മോഡൽ ഓഫ് MCQs എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് പോവുക. ഈ മോഡൽ ഓഫ് MCQs തന്നെ എമൗണ്ട് മാറിയിട്ടും മറ്റുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എമൗണ്ട് മാറിയിട്ടും പേര് മാറിയിട്ടും ഒക്കെ നിങ്ങളോട് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഈ MCQsൽ പറയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഇനി ഈ അക്കൗണ്ടൻസിയുടെ ഫൗണ്ടേഷന്റെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ്, ഈ രീതിയിൽ മാരത്തോൺ ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് നമ്മൾ മാത്സിന്റെ ക്ലാസ്സുകൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. മാത്സിന്റെ ഇതേപോലെയുള്ള മാരത്തോൺ ക്ലാസ് നമ്മൾ വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. സോ അവിടെയും നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം. സോ ലൈവ് ആവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡൗട്ടുകളും കാര്യങ്ങളും ക്ലിയർ ആക്കാനും ചോദിക്കാനായിട്ട് പറ്റും. സോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ വീഡിയോയിൽ താഴെയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, സോ എന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അതേപോലെ തന്നെ മാത്സിന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് വേണമെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, യെസ്. സോ നമ്മൾ 7 ക്വസ്റ്റ്യൻസ് ആണ് ഡൺ ആക്കിയിട്ടുള്ളത്. 7 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 8th ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദി നേച്ചർ ഓഫ് ജോയിന്റ് വെഞ്ചർ വിത്ത് കോ-വെഞ്ചർ അക്കൗണ്ട്. വാട്ട് ഈസ് ദി നേച്ചർ ഓഫ് ജോയിന്റ് വെഞ്ചർ വിത്ത് കോ-വെഞ്ചർ അക്കൗണ്ട്. ഓക്കെ, സോ ജോയിന്റ് വെഞ്ചർ എന്ന് മാത്രമായിരുന്നെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം, നോമിനൽ അക്കൗണ്ട് എന്ന് പറയാം. നോമിനൽ അക്കൗണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ് പഠിക്കുന്നത്. സോ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് മാത്രമാണെങ്കിൽ, ജോയിന്റ് വെഞ്ചർ എന്ന് മാത്രമാണെങ്കിൽ അത് എന്ത് അക്കൗണ്ട് ആണ്, നോമിനൽ അക്കൗണ്ട് ആണ്. സോ ഇവിടെ ജോയിന്റ് വെഞ്ചർ വിത്ത് കോ-വെഞ്ചർ അക്കൗണ്ട് ആണ്. ഓക്കെ, ജോയിന്റ് വെഞ്ചർ വിത്ത് കോ-വെഞ്ചർ അക്കൗണ്ട് ആണ്. സോ അത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. എന്താണ്, പേഴ്സണൽ അക്കൗണ്ട്. സോ 2 കാര്യങ്ങൾ പഠിച്ചു. ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ അത് നോമിനൽ അക്കൗണ്ട് ആണ്. ജോയിന്റ് വെഞ്ചർ വിത്ത് കോ-വെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഓക്കെ അല്ലേ, യെസ്. സോ ദി ഓപ്ഷൻ ഈസ് ഏതാണ് കറക്റ്റ് ആയിട്ട് വരിക, യെസ്, ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ എ നോമിനൽ അക്കൗണ്ട്, ഓപ്ഷൻ ബി പേഴ്സണൽ അക്കൗണ്ട്. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്. ആൻഡ് 9th ക്വസ്റ്റ്യൻ,
വിച്ച് ഓഫ് ദി ഫോളോയിങ് ടേം ഈസ് ആപ്ലിക്കബിൾ എബൌട്ട് കൺസൈൻമെന്റ്? കൺസൈൻമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് താഴെ പറയുന്ന ഏത് വേർഡാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഏതായിരിക്കും? ഫസ്റ്റ് വൺ, സെയിൽ ഓഫ് ഗുഡ്സ്. നമ്മൾ കേട്ടിട്ടാണല്ലോ അല്ലേ, ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെയിൽ ഓഫ് ഗുഡ്സ്. കൺസൈൻമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വേർഡാണ് സെയിൽ ഓഫ് ഗുഡ്സ്. ഹൈപ്പോതെറ്റിക്കേഷൻ ഓഫ് ഗുഡ്സ്, ഷിപ്മെന്റ് ഓഫ് ഗുഡ്സ്, മോർട്ടേജ് ഓഫ് ഗുഡ്സ്. സോ ഇത് മൂന്ന് നമ്മൾ ആ ഒരു ടേമിൽ കൺസൈൻമെന്റുമായിട്ടുള്ള ഏരിയാസിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കേൾക്കാത്ത ടേമുകളാണ്. സോ ഏതായിരിക്കും നമ്മുടെ ആൻസർ വരിക? ഓപ്ഷൻ എ തന്നെയായിരിക്കും നമ്മുടെ ആൻസർ വരിക. സെയിൽ ഓഫ് ഗുഡ്സ് ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. സോ ഇതേപോലെ MCQs വരുന്ന സമയത്ത് മേ ബി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ആ ഒരു ഓൾറെഡി ഉള്ള 4 ഓപ്ഷൻസ് നിന്ന് ചിലപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടി വരും. ചില ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യേണ്ടി വരും. സോ ക്യാൻസൽ ചെയ്തിട്ട് മേ ബി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റൈറ്റ് ആൻസറിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, യെസ്. സോ 9ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിരുന്നു. ആൻഡ് 10th ക്വസ്റ്റ്യൻ, റിട്ടയർമെന്റ് ഓഫ് ബിൽ മീൻസ്. റിട്ടയർമെന്റ് ഓഫ് ബിൽ, ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് റിട്ടയർമെന്റ് ഓഫ് ബിൽ. എന്താണ് റിട്ടയർമെന്റ് ഓഫ് ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ടൈപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല്, ഡിസോണർ ഓഫ് ബില്ല്, പിന്നെയോ റിട്ടയർമെന്റ് ഓഫ് ബില്ല്, എൻഡോഴ്സ്മെന്റ് ഓഫ് ബില്ല്. ഓക്കെ, യെസ്. സോ സെൻഡിങ് ദ ബിൽ ഫോർ കളക്ഷൻ ആണോ? അല്ല. സെൻഡിങ് ദി ബിൽ ഫോർ കളക്ഷൻ അല്ല. ക്യാൻസലേഷൻ ഓഫ് ബിൽ ആണോ? അല്ല. ക്യാൻസൽ ചെയ്യുന്നതിന് നമ്മൾ ക്യാൻസലേഷൻ ഓഫ് ബിൽ എന്ന് തന്നെയാണ് പറയാം. എൻഡോസിങ് ദി ബിൽ ഇൻ ഫേവർ ഓഫ് തേർഡ് പാർട്ടി, ഇതിന് നമ്മൾ എന്താണ് പറയാ? എൻഡോഴ്സ്മെന്റ് ബിൽ എന്നാണ് പറയാം, അല്ലെങ്കിൽ എൻഡോഴ്സ്മെന്റ് എന്നാണ് പറയാം. ഓക്കെ, എൻഡോഴ്സ്മെന്റ്. സോ തേർഡ് ഓപ്ഷനും അല്ല. ആൻഡ് ഫോർത്ത് വൺ, ഏതാണ് ഫോർത്ത് വൺ? മേക്കിംഗ് പേയ്മെന്റ് ബിഫോർ ഡ്യൂ ഡേറ്റ്. സോ ഡ്യൂ ഡേറ്റിന് മുൻപായിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കുകയാണ്. ആ ബില്ലിലെ പറഞ്ഞിട്ടുള്ള ക്യാഷ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? യെസ്, റിട്ടയർമെന്റ് ഓഫ് ബിൽ എന്ന് പറയാം. ഓക്കെ, യെസ്. സോ റിട്ടയർമെന്റ് ഓഫ് ബിൽ മീൻസ് മേക്കിംഗ് പേയ്മെന്റ് ബിഫോർ ദി ഡ്യൂ ഡേറ്റ്. യെസ്. ആൻഡ് the 11th one, which one of these document is not required to bank reconciliation? So bank reconciliation statement prepare ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഡോക്യുമെന്റ് ഏതാണ്? ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക്. നമ്മളിത് യൂസ് ചെയ്യാറുണ്ടല്ലോ അല്ലേ? ബാങ്ക് കോളും ക്യാഷ് ബുക്ക് നമുക്ക് എന്തുണ്ട്? ആവശ്യമുണ്ട്. നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമുണ്ട്. ബാങ്ക് പാസ്ബുക്ക്, യെസ്, ബാങ്ക് പാസ്ബുക്ക് നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ആൻഡ് പ്രീവിയസ് ഇയർ ബാലൻസ് ഷീറ്റ്. പ്രീവിയസ് ഇയർ ബാലൻസ് ഷീറ്റ് നമുക്ക് ആവശ്യമുണ്ടോ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്? ബാങ്ക് റീകൺസിലേഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രീവിയസ് ഇയറിലെ ബാലൻസ് ഷീറ്റ് ആവശ്യമില്ല. സോ ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. ഇനി 4ാമത് എന്താ കൊടുത്തുള്ളത്? ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് തന്നെയാണ്. സോ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആവശ്യമില്ലേ? അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് പോലുള്ളത് തന്നെയാണല്ലോ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. യെസ്, നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് ആയിരിക്കും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതും നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം അല്ലേ? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. ആൻഡ് 12th one, in a overdraft balance as per cash book, a check for 1,250 deposited into bank but not recorded in cash book will be. സോ BRSമായിട്ട് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ടേബിൾ വരച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തേക്കാണ് ചോദിച്ചിട്ടുള്ളതാണ്. സോ BRS നമ്മൾ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ട്. സോ BRS എന്നുള്ള 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യെസ്. സോ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓവർഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് വെച്ചിട്ടാണ്. ഓവർഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ്. സോ ഓവർഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കിൽ ചെയ്യുന്ന അതേ പേർപ്പസ് തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ബാലൻസ് ആസ് പെർ പാസ്ബുക്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവാം അല്ലേ? നമ്മൾ പഠിച്ചാണല്ലോ ഓവർഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്കിൽ അല്ലെങ്കിൽ ഓവർഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കിൽ ആഡ് ചെയ്യുന്ന കാര്യം ബാലൻസ് ആസ് പെർ പാസ്ബുക്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആഡ് ആണ് ചെയ്യുക. ഓക്കെ, യെസ്. സോ ഇനി ഞാൻ ബാലൻസ് ആസ് പെർ പാസ്ബുക്കിൽ എന്താണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. സോ നമ്മുടെ ട്രാൻസാക്ഷൻ എന്താണ്? എ ചെക്ക് ഓഫ് ₹1,250 ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്തിട്ടില്ല? റെക്കോർഡ് ചെയ്തിട്ടില്ല. സോ നമ്മൾ 2 ഹാൻഡ്സ് പിടിക്കുക. എൻ്റെ പേന പിടിച്ചിട്ടുള്ള ഹാൻഡാണ് എന്ത്? എൻ്റെ ക്യാഷ് ബുക്ക്. എൻ്റെ പേന ഇല്ലാത്ത ഹാൻഡാണ് പാസ്ബുക്ക്. ഓക്കെ, സോ എന്താ സംഭവിച്ചിരിക്കുന്നത്? പാസ്ബുക്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്തിട്ടില്ല? റെക്കോർഡ് ചെയ്തിട്ടില്ല.
ഓക്കെ. സോ പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്തു എന്ന് പറയുമ്പോൾ പാസ്ബുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? കൂടിക്കിടക്കുന്നുണ്ടാവും അല്ലേ? പാസ്ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? കൂടിക്കിടക്കുന്നുണ്ടായിരിക്കും. പാസ്ബുക്കിൽ ക്യാഷ് കൂടിക്കിടക്കുന്നുണ്ടായിരിക്കും. ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ്. അതായത് ബാലൻസ് ആസ് പെർ പാസ്ബുക്കിൽ ചെയ്യുന്ന സെയിം പർപ്പസ്. സോ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏത് ബുക്കിൽ മാത്രമാണ് ചേഞ്ചസ് വരുത്താൻ പറ്റുക? പാസ്ബുക്കിൽ മാത്രമായിരിക്കും ചേഞ്ച് വരുത്താൻ പറ്റുക. സോ പാസ്ബുക്കിനെ എനിക്ക് എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിന്റെ ലെവലിലേക്ക് കൊണ്ടുവരണം. പാസ്ബുക്കിനെ ക്യാഷ് ബുക്കിന്റെ ലെവലിലേക്ക് കൊണ്ടുവരാൻ ഞാൻ എന്ത് ചെയ്യേണ്ടത്? യെസ്, പാസ്ബുക്കിനെ ഞാൻ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓക്കെ, ഓൾറെഡി കൂടിക്കിടന്നിട്ടുണ്ടായിരുന്ന ക്യാഷ് ഞാൻ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. സോ ഡിക്രീസിങ് ഓഫ് പാസ്ബുക്ക് അല്ലെങ്കിൽ ഡിഡക്ഷൻ ഓഫ് പാസ്ബുക്ക്. ഓക്കെ, യെസ്. സോ അപ്പൊ ഡിഡക്ഷൻ ഏതാ എന്ന് മാത്രം നോക്കിയാൽ മതി അല്ലേ? ഡിഡക്ഷൻ ആണെന്ന് ആൻസർ മനസ്സിലായി. സോ ഏതൊക്കെ ഓപ്ഷൻസ് ആണിത്? 2 ഓപ്ഷൻസ് ആണ് ഡിഡക്ഷൻസ് വെച്ചുള്ളത്. അപ്പൊ ആഡഡ് ആണോ? അല്ല. അപ്പൊ ആഡഡ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. സോ ഡിഡക്റ്റഡ് ബൈ 1250 ഓർ ഡിഡക്റ്റഡ് ബൈ 2500 ഏതായിരിക്കും വരുന്നുണ്ടാവുക? യെസ്, ഒന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് ഉണ്ടാവുക. ഡിഡക്റ്റഡ് ബൈ 1250. ഓക്കെ, യെസ്, ഓക്കെ അല്ലേ? യെസ്. ആൻഡ് 13th question, which of these errors affected only one account? താഴെ പറയുന്നത് ഏത് എറേഴ്സ് ആണ് ഒരു അക്കൗണ്ടിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിലെ ഒന്നാമത്തത് എറർ ഓഫ് കാസ്റ്റിംഗ്. എറർ ഓഫ് കാസ്റ്റിംഗ്. സോ എറർ ഓഫ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്? എറർ ഓഫ് കമ്മീഷന്റെ ഒരു ഭാഗമാണ്. അതായത് നമ്മുടെ അക്കൗണ്ടുകൾ മാറിപ്പോവാണ് അല്ലേ? അക്കൗണ്ടുകൾ മാറിപ്പോകുന്നല്ല, എമൗണ്ടുകൾ മാറിപ്പോകുന്നതാണ്. 1 lakh എഴുതുന്നതിന് പകരം 10,000 എഴുതുകയാണ്, അല്ലെങ്കിൽ 10,000 പകരം 1,000 എഴുതാണ്, അല്ലെങ്കിൽ 1,000 പകരം 10,000 എഴുതാണ്. സോ ഇങ്ങനെ എഴുതുന്നതാണ് നമ്മൾ എന്ന് പറയാം എറർ ഓഫ് കാസ്റ്റിംഗ് എന്ന് പറയാം. സോ എറർ ഓഫ് കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ എമൗണ്ട് മാറുകയും ചെയ്യുള്ളൂ. ഒരു അക്കൗണ്ടിനെ ആയിരിക്കും എന്ത് ചെയ്യുക? സ്വാഭാവികമായിട്ടും ബാധിക്കുന്നുണ്ടാവുക. ആണോ? അല്ല, 2 അക്കൗണ്ടിനെയും എന്ത് ചെയ്യാം? ബാധിക്കാൻ ചാൻസ് ഉണ്ട് ഇല്ലേ? ഇപ്പോൾ രാജു അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? രാജു അക്കൗണ്ടിലും ക്യാഷ് അക്കൗണ്ടിലും മേ ബി എമൗണ്ട് മാറിക്കൂടെ? യെസ്. സോ ഒന്നാമത്തെ ആൻസർ എന്ത് ചെയ്യാണ്? നമുക്ക് മാച്ച് ചെയ്യുന്നതാണ്. ആൻഡ് രണ്ടാമത്തെ ആൻസർ എറർ ഓഫ് പോസ്റ്റിംഗ്. നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന എറേഴ്സ്, അത് നമുക്ക് എന്ത് ചെയ്യാം? 2 അക്കൗണ്ടിലും ഒരേപോലെ മാറ്റം വന്നുകൂടെ? യെസ്, 2ലും ഒരുപോലെ മാറ്റം വരാം. ആൻഡ് തേർഡ് വൺ എറർ ഓഫ് ക്യാരി ഫോർവേഡ്. നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സമയത്ത്, തെറ്റുകൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എറേഴ്സുകൾ, അതും എന്ത് ചെയ്യാം? 2 സമയത്തും ഒരുപോലെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ദി ആൻസർ വിൽ ബി ഓൾ ഓഫ് ദി എബോവ്. നമുക്ക് 3 മാച്ച് അല്ലേ? സോ ദി ആൻസർ വിൽ ബി ഓൾ ഓഫ് ദി എബോവ്. ഓക്കെ, all of the above. Yes. And 40th question, which of the following error is an error of principle? Principle errors ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സോ എത്ര എറേഴ്സ് ഉണ്ട്? എറർ ഓഫ് കമ്മീഷൻ ഉണ്ട്, എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് ഒമീഷൻ ഉണ്ട്, എറർ ഓഫ് പ്രിൻസിപ്പിൾ ഉണ്ട്, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ഉണ്ട്. ആണല്ലോ. സോ ഇതിലെ പ്രിൻസിപ്പൽ എറർ ഏതാണെന്നാണ് ചോദിച്ചത്. പ്രിൻസിപ്പൽ എറർ എന്ന് പറയുമ്പോൾ നമ്മുടെ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടില്ല, ഗ്യാപ്പിൽ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും പ്രിൻസിപ്പിൾസോ കോൺസെപ്റ്റുകളോ കൺവെൻഷൻസുകളോ നമ്മൾ ഫോളോ ചെയ്യാത്തത് കൊണ്ട് ഉണ്ടാവുന്ന എറേഴ്സ് ആണ് എന്ത്? എറർ ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. സോ നമുക്ക് നോക്കാം ഏതാണ് ഓപ്ഷൻ എന്നുള്ളത്. എ, 4,000 rupees received from Shyam credited to Shamu account. ഇത് ഏതായിരിക്കും? ഒന്നാമത്തത് എറർ ഓഫ് കമ്മീഷൻ ആണ് അല്ലേ? എറർ ഓഫ് കമ്മീഷൻ ആണ്, അക്കൗണ്ട് മാറാണ് ചെയ്തിട്ടുള്ളത്. സോ എറർ ഓഫ് കമ്മീഷൻ ആണ്. ഓക്കെ. ആൻഡ് 5,000 incurred on installation. 5,000 incurred on installation of new plant debited to salary account. So ഇൻസ്റ്റാളേഷൻ ഓഫ് പ്ലാന്റിന് നമ്മൾ കൊടുത്തിട്ടില്ല എക്സ്പെൻസ്, അതെന്തായിരിക്കും? ക്യാപിറ്റൽ എക്സ്പെൻസ് ആണ്. ആണല്ലോ, ക്യാപിറ്റൽ എക്സ്പെൻസ് ആണ്. സോ ഇൻസ്റ്റാൾമെന്റേഷൻ ഓഫ് അസറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള ചെലവ് ക്യാപിറ്റൽ എക്സ്പെൻസസ് ആണ്. ഇനി അത് സാലറി അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ സാലറി അക്കൗണ്ട് എന്താണ്? നമ്മുടെ യെസ്, റവന്യൂ എക്സ്പെൻസ് ആണ്. എന്താണ്? റവന്യൂ എക്സ്പെൻസ് ആണ് നമ്മളുടെ. ഓക്കെ, യെസ്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടതിന് പകരം റവന്യൂ എക്സ്പെൻസ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റെക്കോർഡ് ചെയ്തിട്ടുള്ളത്.
സോ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് റെക്കോർഡ് ചെയ്യുന്നതിന് പകരം റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് റെക്കോർഡ് ചെയ്തത്. സോ നമ്മുടെ എന്തായിട്ടുണ്ട്, നമ്മുടെ എറർ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അല്ലേ. നമ്മുടെ എറർ മിസ്റ്റേക്ക്, അതായത് എറർ മിസ്റ്റേക്ക് മീൻസ് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് എറേഴ്സ് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഇനി സി നോക്കുകയാണെങ്കിൽ നോക്കാം നമുക്ക്. സി 6,000 പെയ്ഡ് ഫോർ വേജസ് ഡെബിറ്റഡ് ടു സാലറി അക്കൗണ്ട്. രണ്ടും എന്ത് തന്നെയാണ്? റവന്യൂ എക്സ്പെൻസുകൾ തന്നെയാണ്. രണ്ടും റവന്യൂ എക്സ്പെൻസുകളാണ്. അക്കൗണ്ട് മാറിപ്പോവാണ് ചെയ്തിട്ടുള്ളത്. സോ അത് എന്ത് എറർ തന്നെയാണ്? എറർ ഓഫ് കമ്മീഷൻ തന്നെയാണ്. ഓക്കെ, 7,000 ബീങ് പർച്ചേസ്ഡ് ഓഫ് റോ മെറ്റീരിയൽ ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. സോ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തത് എന്നുള്ളത് തന്നെ നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസ് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്തത്. ഓക്കെ, സോ അതും നമുക്ക് എന്ത് വരുന്നില്ല? ചേഞ്ചസ് വരുന്നില്ല. സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. 5,000 incurred on installation of new plan debited to salary account. Okay, this is the answer. സോ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാം? ആൻസർ മാത്രം ഹൈലൈറ്റ് ചെയ്ത് തരാം, ബാക്കിയുള്ളത് വായിച്ചു തരാം. ആൻഡ് ദി ആൻസേഴ്സ് ഓൾറെഡി നമ്മുടെ ഈ ഒരു PDF-ലും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ താഴെ തന്നിട്ടുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ ആൻസേഴ്സും നമ്മൾ ചെയ്ത സ്റ്റെപ്സ് അടക്കമുള്ള PDF എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അത് കിട്ടണമെങ്കിൽ താഴെയുള്ള ടെലഗ്രാം ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാം. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ഇനി ഫൗണ്ടേഷൻ്റെ പോലെ അതേപോലെ ഇൻ്റർമീഡിയറ്റിൻ്റെയോ ഏതെങ്കിലും ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ അതെന്ത് ചെയ്യാം? നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചാറ്റായിട്ട് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. സോ എന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനനുസരിച്ചുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ, 15th one. In case of depreciation of asset are revalued, the provision for depreciation is based on ഏതായിരിക്കും? മാർക്കറ്റ് വാല്യൂ ഓഫ് ദി അസറ്റ് അല്ല. മാർക്കറ്റ് വാല്യൂ ബേസ്ഡ് അല്ല. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ് ബേസ്ഡ് അല്ല. റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദി അസറ്റ് ബേസ്ഡ് അല്ല. ദി ആൻസർ ഈസ് ദി റിവാല്യൂഡ് amount over the estimated of remaining useful life of such asset. So the option D is the right answer. The revaluation amount over the estimate of the remaining useful life of the asset. Okay, this is the answer. And 16th one. Trade discount is allowed at the time of sale of goods. Trade discount is allowed at the time of sale of goods. ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്, അതേപോലെ തന്നെ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട്. സോ ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ എപ്പോൾ കൊടുക്കുന്നതാണ്? അറ്റ് ദി ടൈം ഓഫ് സെയിലിൻ്റെ ടൈമിൽ കൊടുക്കുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ എപ്പോഴാണ്? നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒന്നാണ് ക്യാഷ് ഡിസ്കൗണ്ടിൻ്റെ കോൺസെപ്റ്റ്. സോ ഇവിടെ ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല? നോട്ട് റെക്കോർഡഡ് അല്ലേ? നോട്ട് റെക്കോർഡ് അല്ലെങ്കിൽ നോട്ട് റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ്. ഓക്കെ, സോ ഓപ്ഷൻസ് നോക്കാം. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ഇൻ റെക്കോർഡ് ഇൻ സെയിൽസ് ബുക്ക്. സെയിൽസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യോ? ഇല്ല. ഈസ് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യോ? ഇല്ല. ഈസ് റെക്കോർഡഡ് ഇൻ ജേർണൽ എഴുതാറുണ്ടോ? ഇല്ല. സോ ദി ആൻസർ ഈസ് എന്താണ് വരിക? ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്. ഈസ് നോട്ട് recorded in books of account. C option C ആണ് correct answer. Okay, yes. And 17th one. A debit note issued to a creditor for goods return is to be recorded in the എങ്ങനെയായിരിക്കും നമ്മുടെ ജേർണൽ എൻട്രി വരിക? 17th വണ്ണിൽ ജേർണൽ എൻട്രി എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? യെസ്, ആരാണോ പാർട്ടി അല്ലേ? സോ പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് റിട്ടേൺ ആണ് വരിക അല്ലേ? ടു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. ഓക്കെ, യെസ്. സോ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ടു എ ക്രെഡിറ്റർ ഫോർ ഗുഡ്സ് റിട്ടേൺഡ് ഈസ് ടു ബി റെക്കോർഡഡ് ഇൻ. എവിടെയായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക? പർച്ചേസ് റിട്ടേൺ ബുക്കിലായിരിക്കും
റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. പർച്ചേസ് റിട്ടേൺ ബുക്കിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ പർച്ചേസ് റിട്ടേണിൻ്റെ സമയത്ത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതാണ് എന്ത് ഡെബിറ്റ് നോട്ട് എന്ന് പറയുമ്പോൾ. സോ അത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് റിട്ടേൺസ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ആഡ് ചെയ്യുന്ന ഒരു നോട്ടാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ട്. സോ പർച്ചേസ് റിട്ടേൺ ബുക്കിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് 18th one, the determination of expenses for an accounting period is based on the concept of the determination of expenses for an accounting period is based on the concept of ഏത് കോൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ വർഷത്തെയും എക്സ്പെൻസിനെ നമ്മൾ പീരിയോഡിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുന്നത്. ദി ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്പെൻസസ് ഓഫ് എൻ അക്കൗണ്ടിങ് പീരീഡ് ഏത് തന്നെയാണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. സിമ്പിൾ അല്ലേ? അല്ലെങ്കിൽ പീരിയോഡിസിറ്റി കോൺസെപ്റ്റിന്റെ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. യെസ്, ഓപ്ഷനിലെ പീരിയോഡിസിറ്റി കോൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ വർഷത്തെയും അക്കൗണ്ടിങ് പീരീഡിലെ എക്സ്പെൻസുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ആൻഡ് ഡിക്രീസ് ഇൻ ദി എമൗണ്ട് 19th ക്വസ്റ്റ്യൻ ആണ്. ഡിക്രീസ് ഇൻ ദി എമൗണ്ട് ഓഫ് ക്രെഡിറ്റേഴ്സ് റിസൾട്ടിങ്. സോ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ക്യാഷ് കൊടുക്കാനുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയാനുള്ളത് ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം അല്ലേ? ബിസിനസ് ക്യാഷ് കൊടുക്കാനുള്ള ആളുകളെയാണ് ക്രെഡിറ്റർ എന്ന് പറയാം. സോ ബിസിനസിന്റെ ലയബിലിറ്റി ആണ് എന്ത് ഓരോ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. സോ ക്രെഡിറ്റർക്ക് ക്യാഷ് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറയില്ലേ ചെയ്യാം. സോ നമ്മുടെ കയ്യിൽ ഒരു 1 lakh rupees ഉണ്ടായിരുന്നു. ആ 1 lakh rupees നിന്ന് ഒരു 40,000 എന്ത് ചെയ്തു നമ്മളൊരു ക്രെഡിറ്റർക്ക് കൊടുത്തു. സോ അങ്ങനെ ആവുമ്പോൾ ക്യാഷ് കുറയില്ലേ ചെയ്യാം. യെസ്, ക്യാഷ് ബാക്കി എത്രയേ ഉണ്ടാവുള്ളൂ? 60,000 ഉണ്ടാവുള്ളൂ. സോ ദി കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? ഡിക്രീസ് ഇൻ ക്യാഷ്. ഓപ്ഷൻ സി, ഡിക്രീസ് ഇൻ ക്യാഷ് ആയിരിക്കും നമ്മളുടെ കറക്റ്റ് ആൻസർ. സിമ്പിൾ. യെസ്. And 20th question, subscription received in advance to be shown in. Subscription received in advance എന്തായിരിക്കും നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ആണോ? അല്ല, നമുക്ക് അടുത്ത വർഷം യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് സബ്സ്ക്രിപ്ഷൻ ആണ് അല്ലേ? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അതല്ലെങ്കിൽ ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മളുടെ ലൈബിലിറ്റി ആയിരിക്കും. സോ ലൈബിലിറ്റി ഓഫ് ബാലൻസ് ഷീറ്റ് ആയിരിക്കും നമ്മൾ എന്ത് ട്രീറ്റ് ചെയ്യുക. ബാലൻസ് ഷീറ്റിലെ ലൈബിലിറ്റി സൈഡിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഈ വർഷമാണ് സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുള്ളത്, പക്ഷേ നമുക്ക് ഈ വർഷം യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഈ വർഷം യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഇയറിലേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ലൈബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റിലായിരിക്കും നമ്മൾ കാണിക്കുന്നുണ്ടാവുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കാണിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമ്മൾ എന്തേ കാണിക്കുള്ളൂ? കറണ്ട് ഇയറിലെ കറണ്ട് അക്കൗണ്ടിങ് പീരീഡിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ എമൗണ്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുള്ളൂ. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എൻ അക്കൗണ്ടിങ് ഇക്വേഷൻ? അക്കൗണ്ടിങ് ഇക്വേഷൻ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അക്കൗണ്ടിങ് ഇക്വേഷൻ നോക്കാം. അക്കൗണ്ടിങ് ഇക്വേഷൻ ക്യാപിറ്റൽ ഈക്വൽ ടു അസറ്റ് പ്ലസ് ലയബിലിറ്റി ആണോ? അല്ല. ബേസിക്കലി അക്കൗണ്ടിങ് ഇക്വേഷന്റെ കോൺസെപ്റ്റ് എന്താണ്? അക്കൗണ്ടിങ് ഇക്വേഷൻ എന്തായിട്ട് വരിക? അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാം ഇക്വേഷൻസ് ഡെറിവേറ്റ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ഒരു രീതി എന്ന് പറയുന്നത് അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അതായിരിക്കും ഒന്നുകൂടി പഠിക്കാൻ വേണ്ടി ഈസി. ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. സോ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ടാവുള്ളൂ. ഏതൊക്കെയാണ്? നമുക്ക് എന്ത് ചെയ്യാം? ലയബിലിറ്റി ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ. ഇനിയോ ക്യാപിറ്റൽ ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റി, അല്ലെങ്കിൽ ലയബിലിറ്റി മൈനസ് അസറ്റ് ആയിരിക്കും എന്ത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇവിടെ ഉണ്ടോ നോക്കിയാൽ പോരെ. സോ ഇവിടെ ഏതാണുള്ളത്? ക്യാപിറ്റൽ ഈക്വൽ ടു അസറ്റ് പ്ലസ് ലയബിലിറ്റി. അങ്ങനെ ഉണ്ടോ ഇതിൽ? അങ്ങനെ പറഞ്ഞുണ്ടോ? ഇല്ല. സോ ദാറ്റ് ഈസ്
wrong answer. And capital equal to asset minus liability. Yes, option A, capital equal to asset minus liability. So രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാച്ച് ആവുന്നുണ്ട്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി, capital equal to asset minus liability. Okay, simple. Yes. And next one. സോ അടുത്തത് നമ്മൾ ജസ്റ്റ് നോക്കേണ്ട അസറ്റ് ഈക്വൽ ടു ലൈബിലിറ്റി മൈനസ് ക്യാപിറ്റൽ ആണ്, ലൈബിലിറ്റി ഈക്വൽ ടു അസറ്റ് പ്ലസ് ക്യാപിറ്റൽ ആണ്. ഇത് രണ്ടും എന്താണ്, റോങ് ആണ്. സോ നമ്മൾ അത് എന്ത് ചെയ്യേണ്ട, നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9 ഡീൽ വിത്ത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9 ഡീൽ വിത്ത് ഏതാണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9 ഏതാണ്? യെസ്, ഏതായിരിക്കും? ഇൻവെന്ററി ആണോ? അല്ല. ഡിപ്രീസിയേഷൻ ആണോ? അല്ല. ആൻഡ് റവന്യൂ റീകൺസിലേഷൻ, റവന്യൂ റീകൺസിലേഷൻ അല്ല, റവന്യൂ റെക്കഗ്നേഷൻ, റവന്യൂ റെക്കഗ്നേഷൻ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9 ഏതാണ്? റവന്യൂ റെക്കഗ്നേഷനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സോ നിങ്ങൾ സിംപ്ലി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്റർമീഡിയറ്റിലെങ്കിലും വരുമ്പോഴും മിനിമം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 മുതൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 മുതൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 25 വരെയുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് അതിൻ്റെ പേരെങ്കിലും മിനിമം എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി, വളരെ ഈസി ആയിരിക്കും. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9 ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കല്ലേ, ഡയറക്റ്റ് ആയിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സോ 25 എണ്ണം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കാം. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9 ഈസ് ഈക്വൽ ടു റവന്യൂ റെക്കഗ്നേഷൻ ഈസ് ദി ആൻസർ. ഓക്കെ, യാ. ആൻഡ് 23rd ക്വസ്റ്റ്യൻ എന്താണ്, ഒരു കാൽക്കുലേഷൻ ആണല്ലേ. Why draw a trade bill of rupees 12,000 for 6 months on X? So എത്ര മാസത്തേക്കാണ്, 6 മന്തിലേക്കാണ്. After holding the bill for discount, after holding the bill for 2,005 months, 2.5 months എന്ത് ചെയ്തിട്ടുണ്ട്, ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് why discounted the bill with bank 10% per annum? The amount of discount on bill ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. ഓക്കെ, സോ നമ്മൾ ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് എന്ത് ചെയ്താണ്, പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ലിൽ നമുക്ക് ഒരു എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ബിൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴുള്ള വാല്യൂവിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴുള്ള വാല്യൂ എത്രയായിരിക്കും എന്നാണ് കാൽക്കുലേഷൻ. എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാം? യെസ്, ഇവിടെ എത്രയാണ് എമൗണ്ട്, 12,000 rupees ആണ് നമ്മുടെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത്. സോ 12,000 നമ്മൾ ടോട്ടൽ എത്ര വർഷം ഉണ്ടായിരുന്നു, എത്ര മാസം ഉണ്ടായിരുന്നു, 6 months ഉണ്ടായിരുന്നു. സോ അതിൽ എത്ര മാസം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹോൾഡ് ചെയ്തിട്ടുണ്ട്, 2.5 months ഹോൾഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി എത്ര ടൈമും കൂടി എടുക്കും നമുക്കത് ഡിസ്കൗണ്ട് ചെയ്യാനെങ്കിൽ, നമുക്കത് ക്യാഷ് ആയിട്ട് കിട്ടണമെങ്കിൽ? സിമ്പിൾ ആണ്, 6 minus 2.5 എത്ര വരും, 3.5. ഓക്കെ, യെസ്. സോ 12,000ന്റെ 10% എന്ത് കിട്ടും നമുക്ക്, 1 yearലെ ആൻസർ കിട്ടും, 1 yearലെ ആൻസർ കിട്ടും. സോ അതേ ആൻസർ ഇൻറ്റു നമുക്കിനി എത്ര മാസം കൂടി വെയിറ്റ് ചെയ്യണം, 3.5 months ഡിവൈഡഡ് ബൈ 12 ആയിരിക്കും നമുക്ക് ആൻസർ ചെയ്യാം. 12,000 ഇൻറ്റു 10/100 എന്ന് പറയുമ്പോൾ 1,200, 1,200 ഇൻറ്റു 3.5 ഡിവൈഡഡ് ബൈ 12 ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ആൻസർ എത്ര വരും, ആൻസർ എത്ര വരിക, the answer will be, I think, 350. 350 is the right answer. Option B, 350 is the right answer. സോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, സോ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. എങ്ങനെയാണ്, ദി എമൗണ്ട് ഇൻറ്റു പെർസെൻറ്റേജ്, എമൗണ്ട് ഇൻറ്റു പെർസെൻറ്റേജ് ഇൻറ്റു ഇനി എത്ര ടൈമാണോ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്, എത്ര ടൈമാണോ നമ്മൾ ഇനി ഹോൾഡ് ചെയ്ത് വെക്കുന്നത്, ഇൻറ്റു അതല്ലെങ്കിൽ ബാങ്ക് ഇനി എത്ര ടൈമാണോ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത്, ഇൻറ്റു എത്ര ടൈമാണോ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത് ഡിവൈഡഡ് ബൈ 12 ആയിരിക്കും നമ്മൾ എന്ത്, ദി എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് എന്നുള്ളത് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, യെസ്. ആൻഡ് 24th question. Bill receivable book is a part of. Bill receivable book എന്താണ് bill receivable book? ജേർണൽ ആണോ? യെസ്, സിംപ്ലി bill receivable ജേർണലിൻ്റെ ഒരു പാർട്ടാണ്. അതായത് ബുക്സ് ഓഫ് സ്പെഷ്യൽ ബുക്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പഠിച്ചിട്ടില്ലേ, സ്പെഷ്യൽ ബുക്സ് ഓഫ് അക്കൗണ്ടിങ്, സ്പെഷ്യൽ ബുക്സ് ഓഫ് അക്കൗണ്ടിങ്, ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക് ആൻഡ് ബിൽ റിസീവബിൾ, ബിൽസ് പേയബിൾ ആൻഡ് ഒന്നുകൂടി ഉണ്ട് ജേർണൽ പ്രോപ്പർ അല്ലേ. സോ ഏകദേശം ഈ 8 ബുക്സ് എന്താണ്, നമ്മൾ ജേർണലിൻ്റെ ഒരു പാർട്ടാണ്. ജേർണലിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. സ്പെഷ്യൽ ബുക്സ് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവാം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ആൻഡ്
25th question. It is ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഓഫ് ഡൽഹി സെൻഡ് ഔട്ട് ഓഫ് certain goods at rupees 25% on cost. Okay, goods at cost plus 25%. Cost plus 25% on cost. Invoice value of the goods is 1,20,000. Invoice value എത്രയാണ്? 1,25,000 rupees ആണ്. And 4/5 of the goods were sold by consignee at rupees 1 lakh. 4/5 1 lakh rupees എന്ത് ചെയ്തിട്ടുണ്ട്? സെയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് കമ്മീഷൻ എത്രയാണ്? 2% ആണ് കമ്മീഷൻ. 2% up to the invoice value and 10% of any surplus above invoice. Calculate the amount of commission. സോ നമ്മുടെ കൺസൈൻമെൻറ്റുമായിട്ട് ബേസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കമ്മീഷൻസ് സാധാരണഗതിയിൽ നമ്മൾ 3 ടൈപ്പിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഒന്നാമത്തത് നമ്മുടെ ക്വാണ്ടിറ്റി സോൾഡ്. ഓക്കെ, ക്വാണ്ടിറ്റി സോൾഡ് ചെയ്തതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. ഇനി അതല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ടൊരു മെത്തേഡ് പറയും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് കമ്മീഷൻ കൊടുക്കുന്നത്, ഇത്ര പെർസെൻറ്റേജ് വെച്ചിട്ടാണ് കൊടുക്കുന്നത് എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയും. അതായത് ഈ ക്വസ്റ്റ്യൻ പോലെ. സോ ആ ക്വസ്റ്റ്യനിൽ പറയുന്ന മെത്തേഡ് ഏതാണോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുന്ന ഇക്വേഷൻ എന്താണോ അവിടെ നിന്ന് നമ്മൾ ഇക്വേഷൻസ് മെയ്ഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് തേർഡ് വൺ, ഇത് രണ്ടുമില്ല. അതായത് സൈലൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി, സൈലൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ യെസ് നമുക്ക് എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? ക്വാണ്ടിറ്റി സോൾഡ്, അതായത് സെല്ലിംഗ് പ്രൈസ്, ക്വാണ്ടിറ്റി സെയിൽ ചെയ്തിട്ടുള്ള സെല്ലിംഗ് പ്രൈസിൻ്റെ വാല്യൂവിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ടോട്ടൽ ക്വാണ്ടിറ്റി സെയിൽ ചെയ്തിട്ടുള്ള സെയിൽസ് വാല്യൂയുടെ മേലെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. ആൻഡ് ഇവിടെ വരുമ്പോൾ ടോട്ടൽ കമ്മീഷൻ എത്ര വരിക? കമ്മീഷൻ എത്രയാണ് വരിക? 2% ഓൺ എത്രയാണ്? ഇൻവോയ്സ് വാല്യൂ. ഇൻവോയ്സ് വാല്യൂയുടെ 2% പ്ലസ് 10% ഓൺ എന്താണ്? സർപ്ലസ് എബവ് ഇൻവോയ്സ് അല്ലേ? സർപ്ലസ് എബവ് ഇൻവോയ്സ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. സോ ഇവിടെ 1 lakh rupeesന്റെ നമ്മൾ ഇൻവോയ്സ് വാല്യൂ എത്രയാണ്? 1,20,000 rupees ആണ് നമ്മുടെ ഇൻവോയ്സ് വാല്യൂ. 1,20,000ന്റെ 4/5 ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? 4/5 ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? സെയിൽ ചെയ്തിട്ടുള്ളത്. കൺസൈനിക്ക് സെയിൽ ചെയ്തിട്ടുള്ളത്. സോ എത്ര രൂപയ്ക്കാണ് കൺസൈനിക്ക് സെയിൽ ചെയ്തിട്ടുണ്ടാവാം? 1,20,000ന്റെ 4/5 എത്ര ചെയ്തിട്ടുണ്ട്? 96,000 rupeesന്റെ 96,000 rupeesന്റെ ഗുഡ്സ് 1 lakh rupeesനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സെയിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ആക്ച്വൽ കോസ്റ്റ് എത്രയാണ് വന്നിട്ടുള്ളത്? 1,20,000ന്റെ 4/5. സോ എത്ര വരും? 96,000. ഓക്കെ, 96,000. അപ്പോൾ അതിൽ ഒന്നാമത്തെ കമ്മീഷൻ എന്ന് പറയുന്നത് 2% ഓൺ ഇൻവോയ്സ് വാല്യൂ ആണ്. സോ എത്ര ഇൻവോയ്സ് വാല്യൂ? ഇൻവോയ്സ് വാല്യൂ എത്രയാണ്? 2%, 2/100 ഇൻറ്റു ഇൻവോയ്സ് വാല്യൂ 96,000 ആണ് ഇൻവോയ്സ് വാല്യൂ. പ്ലസ് 10% ഓഫ് 10%, അതായത് 10 divided by 100 ഇൻറ്റു 10 divided by 100 ഇൻറ്റു എത്രയാണ് വരിക? 1 lakh minus 96,000. 1 lakh minus 96,000. ഓക്കെ, സോ ഓൾറെഡി ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, കുറച്ച് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, ഈ 5th ക്വസ്റ്റ്യനിൽ നമ്മൾ ഇനി ആദ്യം എന്താ ചെയ്യേണ്ടത്? 2% ഓൺ ഇൻവോയ്സ് പ്രൈസ് അത് എത്രയാണ്? 2 divided by 100 ഇൻറ്റു 96,000 പ്ലസ് 10 divided by 100 ഇൻറ്റു 1 lakh minus 96,000, അതായത് 4,000. സോ അത്രയും ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ആൻസർ കിട്ടുക. സോ ടോട്ടൽ ആൻസർ എത്രയായിരിക്കും വരിക? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ 2/100 ഇൻറ്റു 96,000 എത്ര വരും? 1,920 വരും. കഴിഞ്ഞോ? ഇല്ല. 10% ഇൻറ്റു എത്രയാണ്? 4,000ന്റെ 10% അല്ലേ? 4,000ന്റെ 10% എന്ന് പറയുമ്പോൾ 400. സോ 400 പ്ലസ്
400 plus 1000, 1920 plus 4000 equal to 2320 ആയിരിക്കും നമ്മളുടെ ആൻസർ വരിക. സോ ദി ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. സോ എങ്ങനെയാണ് ചെയ്തത് നോക്കിയാണല്ലോ. ബേസിക്കലി നമുക്ക് കമ്മീഷൻ 3 രീതിയിൽ കാണാം. ഒന്നുകിൽ ക്വാണ്ടിറ്റി സോൾവ് ചെയ്തതിൻ്റെ ബേസിസിൽ, അതല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുന്ന ബേസിൽ, അതല്ലെങ്കിൽ ക്വാണ്ടിറ്റി സൈലൻ്റ് ആണെങ്കിൽ ക്വാണ്ടിറ്റി സെയിൽ ചെയ്തിട്ടുള്ള സെയിൽസ് വാല്യൂയുടെ മേലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ക്വസ്റ്റ്യനിലുള്ള ഒരു മെത്തേഡ് വെച്ചിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരുന്നത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. സോ ഇങ്ങനെയാണ് നമുക്ക് കമ്മീഷൻ കാണാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. ആൻഡ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇഫ് എസ് co-venture take away of goods under memorandum joint venture method, then he will be debit the goods in the his book too. ഏത് ബുക്കിലായിരിക്കും, മെമ്മോറാൻഡം ജോയിൻറ്റ് വെഞ്ചർ ആണെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നില്ല, മെമ്മോറാൻഡം ജോയിൻറ്റ് വെഞ്ചറിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നോ പർച്ചേസ് അക്കൗണ്ട് അല്ലേ, പർച്ചേസ് അക്കൗണ്ട് വേണ്ട. അതേപോലെ തന്നെ സെയിൽസ് അക്കൗണ്ട് വേണ്ട, നോ സെയിൽസ് അക്കൗണ്ട്. അതേപോലെ തന്നെ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടും എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യില്ല. സോ ദി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ സെയിൽസ് അക്കൗണ്ട് ആണ്, പർച്ചേസ് അക്കൗണ്ട് ആണ്, അവിടെ രണ്ടും വരില്ല. സോ ദി ആൻസർ ഈസ് പേഴ്സണൽ അക്കൗണ്ട്. ഓക്കെ, സോ മെമ്മോറാൻഡം ജോയിൻറ്റ് വെഞ്ചർ മെത്തേഡ് ആയതുകൊണ്ടാണ് മെമ്മോറാൻഡം ജോയിൻറ്റ് വെഞ്ചറിൽ പേഴ്സണൽ അക്കൗണ്ടിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നുണ്ടാവാം. ഓക്കെ, ആൻഡ് 27th question, at the end of the year bad debt recovered amount is debited to debtors account. at the end of the year bad debt recovered account is എന്താ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താ ചെയ്യുക, ബാഡ് ഡെറ്റ് റിക്കവേർഡ് എൻഡ് ഓഫ് ദി ഇയറിൽ ബാഡ് ഡെറ്റ് റിക്കവേർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എവിടെയാണ് റെക്കോർഡ് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാഡ് ഡെപ്റ്റ് നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ ബാഡ് ഡെപ്റ്റ് റെക്കോർഡ് ചെയ്യുക. ആണല്ലോ, ആണോ, നോക്കാം, ഡെബിറ്റ് സൈഡ് ആണോ ക്രെഡിറ്റ് സൈഡ് ആണോ? യെസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയറിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയറിലാണ് നമ്മൾ പ്രോഫിറ്റ് എന്താണ് ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് ആണ് അല്ലേ. ബാഡ് ഡെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ബാഡ് ഡെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. സോ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ആണല്ലോ അല്ലേ. ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഇൻകം ആണ്. സോ നമ്മൾ ഇൻകംസ് എന്താ ചെയ്യുക, ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുക. സോ ഓഫ് കോഴ്സ് ഇത് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. ആൻസർ ഈസ് സി ആയിരിക്കും നമുക്ക് ആൻസർ വരാം. ഓക്കെ, യെസ്. ആൻഡ് 28th question, as regards the accounting treatment legacy should be, legacy നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക, സിമ്പിൾ, legacy ഈസ് ക്യാപിറ്റലൈസ്, ലെഗസി ഈസ് ക്യാപിറ്റലൈസ്. ലെഗസി എന്ന് പറഞ്ഞാൽ കടപ്പത്രം എന്നുള്ള രീതിയിൽ നമ്മൾ എന്തായിട്ടാണ് ക്യാപിറ്റലൈസ്ഡ് ആയിട്ട് വാല്യൂ ആയിട്ടില്ലേ നമ്മൾ ട്രീറ്റ് ചെയ്യുക. യെസ്, ക്യാപിറ്റലൈസ്ഡ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഓക്കെ, യെസ്. ആൻഡ് 29th question, sale of 6570 is recorded in sales book was 6750. such error is known as, ഏതാണ്, നമുക്ക് 4 ടൈപ്പ് എറർ ഉള്ളത്, എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് ഒമീഷൻ, എറർ ഓഫ് പ്രിൻസിപ്പിൾ, കോമ്പൻസേറ്റിംഗ് എറർ. സോ ഇവിടെ എറർ ഓഫ് ഒമീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എറർ ഓഫ് ഒമീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മറന്നു പോവാണ് അല്ലേ, അല്ലെങ്കിൽ പാർട്ട്ലി ഓർ കംപ്ലീറ്റ്ലി മറന്നു പോകുന്നതിനാണ് എറർ ഓഫ് കമ്മീഷൻ ഒമീഷൻ എന്ന് പറയാം, എറർ ഓഫ് ഒമീഷൻ എന്ന് പറയാം. എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, സപ്പോസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് പകരം റവന്യൂ എക്സ്പെൻഡിച്ചർ റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടില്ല ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങളെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു തെറ്റ് മറ്റൊരു തെറ്റിനെ എന്ത് ചെയ്യാണ്, കോമ്പൻസേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം, കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയാം. സോ ഏതായിരിക്കും ആൻസർ, എറർ ഓഫ് കമ്മീഷൻ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. എറർ ഓഫ് കമ്മീഷൻ ഈസ് ദി ആൻസർ. എന്തൊക്കെയാണ് എറർ ഓഫ് കമ്മീഷനിൽ വരിക, എറർ ഓഫ് കമ്മീഷനിൽ എന്തൊക്കെയാണ് വരിക? സോ ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. എറർ ഓഫ് കമ്മീഷനിൽ റോങ് കാസ്റ്റിംഗ്, wrong posting, wrong totaling, അതേപോലെ തന്നെ wrong balancing.
ബാലൻസിങ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റൈറ്റർ ഓഫ് കമ്മീഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാം. ഓക്കെ, യാ, സിമ്പിൾ. ആൻഡ് 13th one, which of the following is correct? Which of the following is correct? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടില്ല. നമ്മുടെ ആക്ച്വലി എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുക. സോ ഇത് കോൺസെപ്റ്റ് ഐഡിയ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒന്നാമത് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടില്ല. ആൻഡ് സെക്കൻഡ് വൺ, പർച്ചേസ് പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്തായിരിക്കില്ല? അതും ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കില്ല. ഓക്കെ. ആൻഡ് തേർഡ് വൺ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പർച്ചേസ് നമുക്ക് കിട്ടും. ഓക്കെ, പർച്ചേസ് നമുക്ക് കിട്ടും. സോ ഈക്വലിൻ്റെ അപ്പുറവും ഇപ്പുറവും കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, യാ. ആൻഡ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഈസ് മെയ്ഡ് ആസ് പെർ ദി ഏത് അക്കൗണ്ടിങ് കോൺസെപ്റ്റിൻ്റെ പ്രകാരമാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്തായിരിക്കും? യെസ്, കൺസർവേറ്റിസം കോൺസെപ്റ്റ്. ഈസിയാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ്. അപ്പോൾ എന്താ കൺസർവേറ്റിസം കോൺസെപ്റ്റിൽ പറയുന്നത്? സിംപ്ലി കൺസർവേറ്റിസം കോൺസെപ്റ്റ് പല രീതിയിൽ അനുമാനിക്കാം. സിമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റിനേക്കാൾ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ആൻറ്റിസിപ്പേറ്റഡ് ലോസസിനെ നമ്മൾ എന്ത് ചെയ്യാം? മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ആൻറ്റിസിപ്പേറ്റഡ് ലോസസിനെ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. കൺസർവേറ്റിസം കോൺസെപ്റ്റിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഓക്കെ, സിമ്പിൾ. യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആർ ഷോൺ ഇൻ ദി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ എവിടെയാണ് കാണിക്കുക? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കില്ലോ. സിമ്പിൾ, ബാലൻസ് ഷീറ്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? കാണിക്കുന്നുണ്ടാവുക. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുമോ? ഇല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കില്ല. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കില്ല. മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കില്ല. സോ ദി ആൻസർ ഈസ് ബാലൻസ് ഷീറ്റ്. സിമ്പിൾ വൺ. യെസ്. ആൻഡ് ഇമ്പോർട്ട് ഡ്യൂട്ടി ഓഫ് റോ മെറ്റീരിയൽ പർച്ചേസ് ഡീസേ. നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി എന്താണ്? ഇമ്പോർട്ട് ഡ്യൂട്ടി സിമ്പിൾ, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റികൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ലേ? ഡേ ടു ഡേ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്നത്. സോ അവയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി നമ്മുടെ എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. സിമ്പിൾ. യെസ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അക്കൗണ്ട് ഈസ് എ സിമ്പിൾ. യെസ്, നമുക്ക് 3 ടൈപ്പ് ഓഫ് അക്കൗണ്ടുകളാണുള്ളത്. ഏതൊക്കെയാ? റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് ആൻഡ് അതേപോലെ തന്നെ പേഴ്സണൽ അക്കൗണ്ട്. സോ ഇതിൽ പേഴ്സണലിനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ആൻഡ് ലീഗൽ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആർട്ടിഫിഷ്യൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ. റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? അസറ്റുകളുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്ത്? റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്ത്? നോമിനൽ അക്കൗണ്ട്. സോ ദി ആൻസർ ഈസ് ഇറ്റ് ഈസ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അക്കൗണ്ട് ഈസ് റിലേറ്റഡ് വിത്ത് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈസിലി ടു ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്. ഓക്കെ, ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്. എന്താണ് ഈ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്? സോ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഈ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെ എന്താണ്? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടിന് എക്സാമ്പിളാണ്. ഓക്കെ, യാ. സോ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, ഒരു ബോർഡാണ്, ഒരു ബോർഡ് ഓഫ് കമ്പനീനെ പോലെ തന്നെ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനമാണ്. സോ ഇറ്റ് ഈസ് എ ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, goods taken from business for personal use by the proprietor should be credited to. സോ എന്താ അതിന് പറയാം? അതായത് ഒരു ബിസിനസ്സിലെ ഒരു പ്രൊപ്രൈറ്റർ അവരുടെ ഗുഡ്സ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സാധനം എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഡ്രോയിങ്സ് എന്നാണ് പറയുക അല്ലേ? ഡ്രോയിങ്സ് എന്നാണ് പറയുക. സോ ഡ്രോയിങ്സ് ആണ്. സോ നമ്മുടെ ജേർണൽ എൻട്രി എങ്ങനെ വരും?
ജേണൽ എൻട്രി എങ്ങനെ വരും? ഗുഡ്സ് ടേക്കൺ ഫ്രം ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ് ആണ് പറഞ്ഞേക്കുന്നത് ബൈ ദി പ്രൊപ്രൈറ്റർ. ഇറ്റ് ഈസ് എവിടെയാണ് ക്രെഡിറ്റഡ് എന്നാണ് ചോദിച്ചിട്ടില്ലേ? ക്രെഡിറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രെഡിറ്റ് ചെയ്യുന്നത് അയാളുടെ സാധാരണ അങ്ങനെ വിഡ്രോ ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം? യെസ്, ഡ്രോയിങ്സ് എന്ന് പറയാം. പക്ഷേ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിലായിരിക്കും നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടാവുക? യെസ്, ജേണൽ എൻട്രി നോക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയായിരിക്കും ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടാവുക? യെസ്, ഓപ്ഷൻ ഡി പർച്ചേസ് അക്കൗണ്ടിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടാവുക. എങ്ങനെയാണ്? പർച്ചേസ് അക്കൗണ്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഈസ് എ പർച്ചേസ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്തിട്ട് പർച്ചേസ് അക്കൗണ്ടിലേക്ക് നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, യെസ്. ആൻഡ് എ ക്യാഷ് ബുക്ക് വിത്ത് ഡിസ്കൗണ്ട് 36. എ ക്യാഷ് ബുക്ക് വിത്ത് ഡിസ്കൗണ്ട് ആൻഡ് ബാങ്ക് കോളം ഈസ് കോൾഡ്. സിമ്പിൾ. എന്താണ്? ക്യാഷ് ബുക്കിൽ ഡിസ്കൗണ്ട് കോളവും പാസ്ബുക്ക് ബാങ്കിൻ്റെ കോളവും ക്യാഷിൻ്റെ കോളവും അല്ലേ? ഏതൊക്കെയാണ്? ക്യാഷിൻ്റെ കോളും ഉണ്ടാവും, അതേപോലെ തന്നെ ബാങ്കിൻ്റെ കോളും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഡിസ്കൗണ്ടിൻ്റെ കോളും ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് 3 column ക്യാഷ് ബുക്ക്. സിംപ്ലി ഇറ്റ് ഈസ് കോൾഡ് 3 column ക്യാഷ് ബുക്ക്. 36 C is the right answer. And 37, the periodical total of return inward day book is posted to. The periodical total of return inward എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെയിൽസ് റിട്ടേൺ ആണ്. ഓക്കെ, സെയിൽസ് റിട്ടേൺ ആണ്. സോ സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൽ നമ്മൾ എന്താ ചെയ്യുന്നുണ്ടാവുക? ഓഫ് കോഴ്സ് ഡെബിറ്റ് ആണ് ചെയ്യുക. ഓക്കെ, സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിനെ ഡെബിറ്റ് ആണ് ചെയ്യുക, ക്രെഡിറ്റ് അല്ല ചെയ്യുക. സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിനെ ഡെബിറ്റ് ആണ് ചെയ്യുക. സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യും അല്ലേ? സെയിൽ ചെയ്യുമ്പോൾ സാധനം സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. സോ സാധനം സെയിൽ ചെയ്ത സാധനം തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഡെബിറ്റ് ചെയ്യണം. And 38, the process of transfer of entries from day book to ledger is called. ഡേ ബുക്ക് എന്ന് പറയുമ്പോൾ ജേണൽ, അതായത് ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് നമ്മൾ മാറ്റുന്നതിനെ നമ്മൾ എന്താ പറയുക? പോസ്റ്റിംഗ് എന്നല്ലേ പറയാം അല്ലേ? പോസ്റ്റിംഗ്. സോ ദി ആൻസർ ഈസ് ലെഡ്ജർ പോസ്റ്റിംഗ്. ഓക്കെ, ആൻഡ് 39, which financial statement represents the accounting equation as asset equal to liability plus owner's equity? ഏതാണ്? വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? ഓഫ് കോഴ്സ് നമുക്കറിയാം, ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ, ബാലൻസ് ഷീറ്റ്. എവിടെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ബാലൻസ് ഷീറ്റിലല്ലേ പഠിച്ചിട്ടുള്ളത് അക്കൗണ്ടിങ് ഇക്വേഷൻ അല്ലേ? ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ദി ബാലൻസ് ഷീറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, ആൻഡ് ദി 40th one, the depreciation account is closed at the end of the year by transfer to the ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. നമുക്കറിയാം നോൺ എക്സ്പെൻസ് ആണ് അല്ലേ? നോൺ എക്സ്പെൻസൽ അക്കൗണ്ട് ആണ്. അത് നമ്മൾ ഏത് അക്കൗണ്ടിലാണ് കാണിക്കുക? സിംപ്ലി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലല്ലേ കാണിക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതില്ലേ സിമ്പിളായിട്ട്? സോ അതായിരുന്നു ക്വസ്റ്റ്യൻ. സോ ദി ആൻസർ ഈസ് ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ജനറൽ റിസർവിലേക്ക് പോകില്ല, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അല്ല. ഫിക്സഡ് അസറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യില്ല? ട്രാൻസ്ഫർ ചെയ്യില്ല. ഓക്കെ, ഫിക്സഡ് അസറ്റിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. ആ ചാർജ് ചെയ്തിട്ടുള്ള ഡിപ്രീസിയേഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? കാണിക്കുന്നുണ്ടാവുക. സോ ദി ആൻസർ ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ആൻഡ് 41th question, the original cost of the machine is 90 lakh. Okay, 90 lakh. Machine installed charges are 1 lakh. So total cost എത്രയായി? കോസ്റ്റ് ഓഫ് മെഷീനറി എത്രയായി? ഈസിലി 20 lakh ആയിട്ടുണ്ട്. ഓക്കെ, വർക്കിംഗ് ലൈഫ് ഓഫ് എ മെഷീൻ ഈസ് 5 years. അതായത് യൂസ്ഫുൾ ലൈഫ്. സിംപ്ലി നമ്മുടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് സ്ട്രെയിറ്റ് ലൈൻ വാല്യൂ മെത്തേഡിൽ. സ്ട്രെയിറ്റ് ലൈൻ വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് നെറ്റ് റീസെഡ്യൂൾ വാല്യൂ അല്ലെങ്കിൽ റീസെയിൽ വാല്യൂ അല്ലെങ്കിൽ സാൾവേജ് വാല്യൂ എന്തും പറയാം അല്ലേ? സോ റീസെഡ്യൂൾ വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് യൂസ്ഡ് അല്ലെങ്കിൽ യൂസ്ഫുൾ ലൈഫ്.
ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ഡിപ്രീസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ. സോ ഇവിടെ എന്താണ് അഡീഷണൽ ആയിട്ട് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് നോക്കാം. ഇഫ് ദി ഡിപ്രീസിയേഷൻ ഈസ് ചാർജ് സ്ട്രേറ്റ് ലൈൻ ബേസിസ് ദെൻ 4th year's ഡിപ്രീസിയേഷൻ വിൽ ബി. 4ാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സാധാരണഗതിയിൽ നമ്മളുടെ സ്ട്രേറ്റ് ലൈൻ വാല്യൂ മെത്തേഡ് ആവുന്ന സമയത്ത് എല്ലാ വർഷവും സെയിം എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആയിരിക്കുമല്ലോ അല്ലേ? എല്ലാ വർഷവും സെയിം എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആയിരിക്കും. അപ്പോൾ 4ാമത്തെ വർഷം എന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 4ാമത്തെ വർഷം എന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ട വർഷമെല്ലാം സെയിം ആയിരിക്കും അല്ലേ? ഡിപ്രീസിയേഷൻ ഈസ് സെയിം. എല്ലാ വർഷവും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എല്ലാ ഇയറിലും സെയിം ആയിരിക്കും. ഇനി ഡിമിനിഷിങ് വാല്യൂ മെത്തേഡിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഓരോ വർഷവും എന്തായിരിക്കും? ഡിഫറൻസ് ആയിരിക്കും. സോ ദി ആൻസറിലേക്ക് പോകുമ്പോൾ എങ്ങനെ വരണം? 20 lakh minus 40,000 divided by 5. So the answer is 3,92,000. 3,92,000 is the answer. The option option C is the answer. Simple? Yes. And 42. Whenever errors are noticed in the accounting record, they should be rectified. അക്കൗണ്ടിങ് റെക്കോർഡിൽ നമ്മുടെ എറേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റെക്ടിഫൈ ചെയ്യണം. എപ്പോഴാണ്? അറ്റ് ദി ടൈം ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, വിത്തൗട്ട് വെയിറ്റിംഗ് ദി അക്കൗണ്ടിങ് ഇയർ ടു എൻഡ്, ഓർ ആഫ്റ്റർ ദി പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് ഇൻ ദി നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ. എന്ത് ചെയ്യാം? ഒന്നാമത്തെ ഓപ്ഷൻ ഒന്നുകൂടി സ്യൂട്ടബിൾ ആണ്. എന്താണ്? അറ്റ് ദി ടൈം ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, വേറേഴ്സ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാം, അതല്ലെങ്കിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കാം, ഐഡന്റിഫൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനി റെക്ടിഫൈ ചെയ്യുന്നത്, ഓക്കെ, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? റെക്ടിഫൈ ചെയ്യാം. പക്ഷേ ആക്ച്വലി എന്ത് ചെയ്താൽ മതി? നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്താൽ മതി? അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്താൽ മതി? നമ്മളുടെ എറേഴ്സ് റെക്ടിഫൈ ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ എറേഴ്സ് റെക്ടിഫൈ ചെയ്താൽ മതി. ഓക്കെ, ഈസി. യെസ്. ആൻഡ് 43. എ പർച്ചേസ് ഓഫ് 49,500 ഫ്രം ശിവ വാസ് റെക്കോർഡഡ് ഇൻ പർച്ചേസ് ബുക്ക് ആസ് 59,400. ദി പ്രോഫിറ്റ് വുഡ് ഷോ. അതായത് 49,500 രൂപയുടെ അത് നമ്മൾ 59,400 രൂപയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്തത്? സെയിൽ ചെയ്തു എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത്. സോ ആ പ്രോഫിറ്റ് നമ്മൾ എന്തായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദി പ്രോഫിറ്റ് വുഡ് ഷോ പ്രോഫിറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇതൊരു എറർ അല്ലേ? എററാണ്. എത്ര രൂപയുടെ ഡിഫറൻസ് ഉണ്ട്? 59,400 മൈനസ് 49,500. എത്ര രൂപയുടെ മൈനസാ? 9,900 റുപ്പീസിൻ്റെ ഡിഫറൻസ് ആണുള്ളത്. കൂടുതലായിട്ടല്ലേ കാണിച്ചിരിക്കുന്നത്. സോ അതെന്ത് ചെയ്യണം? കുറച്ച് കാണിക്കണം. ഓക്കെ, ഓൾറെഡി 49,500 എന്നുള്ളതിന് പകരം 59,400 ആണെന്ന് എഴുതിയിരിക്കുന്നത്, കൂട്ടിയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇത് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കാണിച്ചാൽ മതി. ഓക്കെ, സോ ദി ആൻസർ ഈസ് എന്തായിരിക്കും? സിംപ്ലി എ ഡിക്രീസ്ഡ് ഓഫ് 9,900. A decrease of 9,900. 9,900 എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. സിമ്പിൾ? യെസ്. ആൻഡ് 44th question. From the following detail, ascertain the adjustment bank balance as per cash book. Overdraft as per cash book is 1,60,000. Overdraft. Okay, overdraft എത്രയാണ്? OD after cash book എത്രയാണ്? 1,60,000 ആണ്. 1,60,60,000. ഓക്കെ, സോ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ക്യാഷ് ബുക്കിന് ഈക്വൽ ടു ബാലൻസ് ആസ് പെർ പാസ്ബുക്കിന് ഈക്വൽ ആണ്. ബാലൻസ് ആസ് പെർ പാസ്ബുക്കിന് ഈക്വൽ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് 1,16,000 ആണ്. സോ അതിൻ്റെ കൂടെ ചെക്ക് റിസീവ്ഡ് എൻഡഡ് ട്വിസ് ഇൻ ദി ക്യാഷ് ബുക്ക് 10,000. ഓക്കെ, സോ 10,000 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്ന എമൗണ്ട് 2 തവണ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാഷ് ബുക്കിൽ കാണിച്ചിട്ടുണ്ട്.
സോ നമ്മൾ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് എടുക്കുക. സോ എൻ്റെ റൈറ്റ് ഹാൻഡ് പാസ്ബുക്കാണ്, ലെഫ്റ്റ് ഹാൻഡ് ക്യാഷ് ബുക്കാണ്. ഓക്കെ, യെസ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാലൻസ് ആസ് പാസ്ബുക്ക് എന്നുള്ള കോൺസെപ്റ്റിൽ വെക്കുക. സോ ചെക്ക് റിസീവ്ഡ് എൻറ്റേർഡ് ട്വിസ് ഇൻ ദി ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ചെക്ക് റിസീവ് ചെയ്ത് 2 തവണ റെക്കോർഡ് ചെയ്തു. ഒരു തവണ റെക്കോർഡ് ചെയ്തതിന് പകരം 2 തവണ റെക്കോർഡ് ചെയ്തു. സോ ഇവിടെ നമുക്കറിയാം ചെക്ക് റിസീവ് ചെയ്ത് എവിടെയാണ്? ക്യാഷ് ബുക്കിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? ക്യാഷ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് 2 തവണ. സോ അവിടെ 20,000 എന്ത് ചെയ്ത് കിടക്കാണ്? കൂടി കിടക്കാണ്. സോ ആക്ച്വലി 10,000 റെക്കോർഡ് ചെയ്യേണ്ടതിന് പകരം 20,000 റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതായത് 10,000 രൂപ കൂടിക്കിടക്കാണ്. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പാസ്ബുക്ക് വെച്ചിട്ടാണ്, പാസ്ബുക്ക് ബാലൻസ് വെച്ചിട്ടാണ്. സോ എനിക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? പാസ്ബുക്ക് ആണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ചേഞ്ച് ചെയ്യാൻ പറ്റുക. സോ പാസ്ബുക്കിനെ ക്യാഷ് ബുക്കിന്റെ ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ പാസ്ബുക്ക് എന്ത് ചെയ്യണം? പാസ്ബുക്കിനെ ആഡ് ചെയ്യണം. പാസ്ബുക്ക് ആഡ് ചെയ്യണം. ഇനി സെക്കൻഡ് വൺ, ബാങ്ക് ക്രെഡിറ്റ് സൈഡ് ഓഫ് ബാങ്ക് കോളം ക്യാഷ് ഷോർട്ട് ബൈ 1,000. ക്യാഷ് ബാങ്കിന്റെ ക്രെഡിറ്റ് സൈഡ് എത്ര കുറവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 1,000 കുറവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? 1,000 കുറവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ 1,000 കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ വരിക? 1,000 കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്തായിരിക്കും വരുന്നുണ്ടാവുക? നമ്മൾ എന്താ ചെയ്യേണ്ടി വരിക? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് വെച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓക്കെ, സിമ്പിളായിട്ട് നമുക്കറിയാം ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റഫായിട്ട് ചെയ്യണമല്ലേ? ആക്ച്വലി ഇത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിൽ തന്നെ എക്സാം എഴുതേണ്ട ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് നമുക്ക് എന്ത് ചെയ്യണം? മറ്റേ രീതിയിൽ നമുക്കാണ് ആൻസർ ചെയ്യേണ്ടത്. സോ ഇവിടെ സ്റ്റാർട്ട് വിത്ത് ബാലൻസ് ആസ് പെർ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കും ബാലൻസ് ആസ് പെർ പാസ്ബുക്കും എന്താണ്? കറക്റ്റ് ആണെന്ന് നമുക്കറിയാം. സോ ബാലൻസ് ആസ് പെർ പാസ്ബുക്കിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി. ബാലൻസ് ആസ് പെർ പാസ്ബുക്കിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. സോ ബാലൻസ് ആസ് പെർ പാസ്ബുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി 10,000 രൂപ ആഡ് ചെയ്ത് കിടക്കുന്ന സാധനം ഞാൻ എന്ത് ചെയ്യണം? അത് വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലേ? സോ നമുക്ക് ജസ്റ്റ് ഒരു ടേബിൾ പോലെ വരയ്ക്കുകയാണെങ്കിൽ ഓൾറെഡി 1,60,000 ഉണ്ട്. 1,60,000 കൂടെ 10,000 ഞാൻ എന്ത് ചെയ്യണം? ആഡ് ചെയ്യേണ്ടതുണ്ട്. 10,000 കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് അഡീഷണലി ഒരു 1,000 ഷോർട്ടേജ് ഉണ്ട്. 1,000 ഞാൻ ആഡ് ചെയ്യണം. 1,000 ഞാൻ ആഡ് ചെയ്യണം. പിന്നെ എന്താണ്? ബാങ്ക് ചാർജസ് എമൗണ്ടിങ് ടു 400. ബാങ്ക് ചാർജസ് എമൗണ്ടിങ് ടു 400. സോ ഞാൻ അതെന്താ ചെയ്യേണ്ടത്? 400 ഞാൻ മൈനസ് ചെയ്യാണ് വേണ്ടത്. 400 ഞാൻ മൈനസ് ചെയ്യാണ് വേണ്ടത്. സോ ദി ആൻസർ വിൽ ബി 1,60,000 പ്ലസ് 10,000 പ്ലസ് 1,000 മൈനസ് 400. സോ ദി ആൻസർ ഈസ് 1,17,600. 1,70,600 ആയിരിക്കും ആൻസർ. സോ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇപ്പോൾ കാണിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഹാൻഡ്സ് വെച്ചിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ടേബിളിൻ്റെ ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ദി നെക്സ്റ്റ് വൺ, വെൻ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ഈസ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് എ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്, ദി ബാങ്ക് ചാർജസ് ആർ. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്കാണ്. സോ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ രീതിയിൽ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ? യെസ്. സോ അതിൽ ബാങ്ക് ചാർജസ് നമ്മൾ എന്താ ചെയ്യുക? ബാങ്ക് ചാർജസ് നമ്മൾ ആഡ് ആണ് ചെയ്യുക. ഓക്കെ, ബാങ്ക് ചാർജസ് നമ്മൾ ആഡ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവാം. ബാങ്ക് ചാർജസ് നമ്മൾ ആഡ് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സിമ്പിളാണ്. സോ നമുക്ക് വെച്ച് ആലോചിച്ചാൽ മതി. ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണ്. സോ ബാലൻസ് ആസ് പെർ പാസ്ബുക്കിൽ ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ചാർജസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ലെസ് ചെയ്യാണ് ചെയ്യുന്നുണ്ടാവുക അല്ലേ? ആദ്യം ലെസ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. സോ നമുക്ക് എവിടെ മാത്രമേ മാറ്റം വരുത്താൻ പറ്റുള്ളൂ? പാസ്ബുക്കിൽ മാത്രമേ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. സോ പാസ്ബുക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. സോ 46, at the time of dishonor of endorsement bill, which account would be credited by the drawee? Which account is credited by the
ഡ്രോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഡ്രോയി ഏത് അക്കൗണ്ട് ആയിരിക്കും ക്രെഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മുടെ ജേർണൽ എൻട്രിയുടെ ഒരു സിമ്പിൾ ഫോർമാറ്റ് ആണ് അവർ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. സോ ഡിസോണർ എൻഡോസ് ചെയ്തിട്ടുള്ള ബില്ല് ഡിസോണർ ആയി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ക്യാഷ് വീണ്ടും തരാനുള്ള പോലെ തന്നെ ആവുകയാണ് അല്ലേ, ക്യാഷ് വീണ്ടും തരാനുള്ള പോലെ തന്നെ ആവുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഡ്രോയറുടെ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡ്രോയറുടെ അക്കൗണ്ട് ആയിരിക്കണം ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അതായത് ലൈബിലിറ്റി എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്, ലൈബിലിറ്റി വീണ്ടും ഇൻക്രീസ് ചെയ്യാണ്. സോ ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രോയറുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തതായിട്ട് കാണിക്കും. ഓക്കെ, യെസ്. ആൻഡ് 47, അറ്റ് ദി എൻഡ് ഓഫ് അക്കൗണ്ടിങ് ഇയർ ബിൽ റിസീവബിൾ ഡിസ്കൗണ്ടഡ് വർത്ത് 32,000 വുഡ് ബി ഷോൺ. ഓക്കെ, അക്കൗണ്ടിങ് പീരീഡ് എൻഡ് ചെയ്ത സമയത്ത് ബിൽ റിസീവബിൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള 32,000 നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ എന്താ ചെയ്യുക, ഓക്കെ, ഒന്നാമത്തത് ഓൺ ലൈബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ലൈബിലിറ്റി സൈഡ് ആണോ ബിൽ റിസീവബിൾ ഡിസ്കൗണ്ടഡ്. ബിൽ റിസീവബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്, ഒരു അസറ്റ് പോലെയുള്ള സാധനമാണ് അല്ലേ, അസറ്റ് പോലെയുള്ള സാധനമാണ്. അത് ഡിസ്കൗണ്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ക്യാഷ് കിട്ടി എന്നുള്ള രീതിയിലുള്ള ആണ്. സോ അത് നമ്മുടെ അസറ്റ് അല്ലേ, യെസ് അസറ്റ് ആണ്. സോ ഇറ്റ് ഈസ് ഷോൺ ആസ് ഓൺ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, കാണിക്കുന്നുണ്ടാവുക. അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ആയിട്ട് നമ്മളതിനെ കാണിക്കും. ഓക്കെ, യാ. And 48, X send out goods to Y costing 3,60,000. 3,60,000 goods എന്ത് ചെയ്തു, ഓക്കെ സെൻഡ് ചെയ്തു. സോ ഗുഡ്സ് ആർ സോൾഡ് അറ്റ് കോസ്റ്റ് പ്ലസ് 25,000, സോറി കോസ്റ്റ് പ്ലസ് 25% on sale. Okay, on sale. And the consignor asked to consignee to pay an advance for an amount equivalent to 60% of the sale value. 60% of the sale value. The amount of advance will be, amount of advance ആണ് ചോദിച്ചിട്ടുള്ളത്. സോ കോസ്റ്റ് എത്രയാണ്, കോസ്റ്റ് 3,60,000 ആണ് നമ്മുടെ കോസ്റ്റ്. സോ ഇവിടെ സെല്ലിംഗ് പ്രൈസ് 100 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 100 ആയിട്ട് എടുക്കുകയാണെങ്കിൽ കോസ്റ്റ് പ്ലസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പ്രോഫിറ്റ് പ്ലസ് അല്ലെങ്കിൽ കോസ്റ്റ് പ്രോഫിറ്റ് ആയിട്ട് എടുക്കുന്നത് എത്രയായിരിക്കും, 25 ആണ് വരിക അല്ലേ, 25 ആയിരിക്കും വരിക. സോ ആക്ച്വലി അത് എത്രയാവണം, ആക്ച്വലി അത് എത്രയായിരിക്കും, 75 ആയിരിക്കും നമുക്കതിൻ്റെ ബാക്കി വരിക. 75 ആയിരിക്കും. കോസ്റ്റ് പ്ലസ് 25 ആണ്, കോസ്റ്റ് പ്ലസ് 25% ആണ്. സോ സെല്ലിംഗ് പ്രൈസ് 100 ആണെങ്കിൽ നമ്മുടെ പ്രൈസ് 25ഉം അതേപോലെ തന്നെ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും, കോസ്റ്റ് പ്രൈസ് 75 ആയിരിക്കും, കോസ്റ്റ് പ്രൈസ് 75ഉം ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, നമുക്ക് കോസ്റ്റ് തന്നിട്ടുണ്ട്. കോസ്റ്റ് എത്രയാണ്, 3,60,000, കോസ്റ്റ് 3,60,000. സോ നമുക്ക് എന്താ കാണേണ്ടത്, സെല്ലിംഗ് പ്രൈസ് ആണ് കാണുന്നത്, 60% സെല്ലിംഗ് പ്രൈസ് ആണ് കാണുന്നത്. സോ എക്സ് ആണ് കാണേണ്ടത്. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 3,60,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 75, 100 ഡിവൈഡഡ് ബൈ 75 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് എമൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, 100 ഡിവൈഡഡ് ബൈ 75 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, യെസ്. സോ ദി ആൻസർ ഈസ് 2,88,000 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. 2,88,000 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. സോ 2,88,000 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. സോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള അതേ ഫോർമാറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അതിൻ്റെ 60% കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ, 60% വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. സോ ദി ആൻസർ ഈസ് 2,88,000 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരും. ആൻഡ് 49th question, X send out of certain goods to Y 1,50,000 at a cost plus 25 on invoice price, and 3/4 of the goods were sold by R at 1,76,000. Commission 5% invoice value and 10% of any surplus above invoice value. The amount of commission.
കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. സോ എങ്ങനെ ആൻസർ ചെയ്യാം? കമ്മീഷൻ ഈക്വൽ ടു എത്രയാണ്? 5% ഓഫ് ഇൻവോയ്സ് പ്ലസ് 10% ഓഫ് സ്പെഷ്യൽ സർപ്ലസ് അബവ് ഇൻവോയ്സ് പ്രൈസ് മൈനസ് ഇൻവോയ്സ് അല്ലേ, ഇൻവോയ്സ് പ്രൈസ്. നേരത്തെ നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ. സോ ഇൻവോയ്സ് പ്രൈസ് അതേപോലെ തന്നെ ഇൻവോയ്സ് പ്രൈസ് നമുക്ക് എമൗണ്ട് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദി ആൻസർ ഈസ് എങ്ങനെ വരും? ഓക്കെ, നമ്മുടെ കോസ്റ്റ് എത്രയാണ്? കോസ്റ്റ് പ്രൈസ് എത്രയാണ് വരുന്നത്? 1,50,000 ആണ്. 1,50,000. സോ 1,50,000 അതിൽ നമുക്ക് IP ഇൻവോയ്സ് പ്രൈസ് നമുക്ക് അറിയണം അല്ലേ. സോ IP 25% ഓൺ IP കാണണം. ഓക്കെ, സോ IP ഇൻവോയ്സ് പ്രൈസ് 100 ആണെങ്കിൽ അതേപോലെ തന്നെ ലോഡിംഗ് ആയിട്ട് അഡീഷണൽ ആയിട്ട് നമ്മൾ ലോഡിംഗ് ആയിട്ട് 25% ആണ് എടുത്തിട്ടുള്ളത്. സോ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 75 ആണ് വരിക. ഓക്കെ, സോ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് ഓൾറെഡി തന്നിട്ടുണ്ട്, 1,50,000 എന്ന് ക്വസ്റ്റ്യനിൽ ആദ്യമേ തന്നിട്ടുണ്ട്. സോ എക്സ് ഈക്വൽ ടു 1,50,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 75. സോ ദി ആൻസർ ഈസ് 2 lakh. ഓക്കെ, സോ 2 lakh ആണ് നമുക്ക് എന്ത് കിട്ടുക? ആൻസർ കിട്ടുക. സോ ഇൻവോയ്സ് പ്രൈസ് ആയിട്ട് നമുക്ക് 2 lakh ആയിരിക്കും നമുക്ക് കിട്ടുക. സോ 2 lakh നമുക്ക് എന്തുണ്ട്? ഇൻവോയ്സ് പ്രൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി കാൽക്കുലേറ്റ് ചെയ്യണം, കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ഓക്കെ, സോ ഇൻവോയ്സ് പ്രൈസ് ഓഫ് ഗുഡ്സ് നമ്മൾ എത്രയാണ്? 3/4 എന്ത് ചെയ്തിട്ടുള്ളൂ? സെയിൽ ചെയ്തിട്ടുള്ളൂ അല്ലേ. സോ ഇത് ടോട്ടൽ ഇൻവോയ്സ് പ്രൈസ് ആണ് എന്ത്? 2 lakh. സോ ഇൻവോയ്സ് പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? ഗുഡ്സ് സോൾഡ് ചെയ്തിട്ടുള്ളത് 2 lakhന്റെ 3/4 ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? സെയിൽ ചെയ്തിട്ടുള്ളത്. സോ ദി ആൻസർ ഈസ് 1,50,000 തന്നെ ആയിരിക്കും വരിക. 1,50,000 ആയിരിക്കും വരിക. ഓക്കെ, 1,50,000. സോ ദി കമ്മീഷൻ ഈസ് 5% ഓഫ് 1,50,000 പ്ലസ് എന്താണ്? 10% ഓഫ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1,76,000 മൈനസ് 1,75,000 മൈനസ് എത്ര തന്നെയാണ്? 1,50,000. ഓക്കെ, സോ ദി ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, യെസ്. സോ ദി ആൻസർ ഈസ് 7,500 plus 2,600. So the answer is 10,100. So answer ഉണ്ടോ നോക്കുക? 10,100 ഉണ്ടോ നോക്കുക? The answer is 14 option A, 10,100. Okay, simple. ആൻഡ് ദി 15th ക്വസ്റ്റ്യൻ. സോ ഈ 15th ക്വസ്റ്റ്യനോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്? കംപ്ലീറ്റ് ചെയ്യാണ്. അതായത് ഈ ഒരു ഏരിയ, ഈ ഒരു വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. ബാക്കി പോർഷൻസ് നമുക്ക് പിന്നീട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഹേ പർച്ചേസ്ഡ് ഗുഡ്സ് കോസ്റ്റിംഗ് 2,60,000 ഫോർ ജോയിൻറ്റ് വെഞ്ചർ വിത്ത് ബി സോൾഡ് എ മേജർ പാർട്ട് ഓഫ് ദി ഗുഡ്സ് അറ്റ് കോസ്റ്റ് പ്ലസ് 25 ഓൺ കോസ്റ്റ് ഫോർ 2,50,000. Balance of goods were taken over by B at a cost less 10%. Find out profit or loss on joint venture. So profit or loss ആണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞത്? കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സിമ്പിളാണ്. നമുക്ക് എന്ത് ചെയ്യാം? റഫായിട്ട് നമുക്കൊരു ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് വരച്ച് നോക്കാം. സോ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൽ നമുക്ക് 2,15,000 എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് 2,50,000 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കോസ്റ്റ് ആ ഗുഡ്സ് സെയിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. സോ എത്രയായിരിക്കാം നമ്മൾ കോസ്റ്റ് വരിക? കോസ്റ്റ് വരുന്നത് എത്രയാണ്? 2,60,000 ആണ്. അത് 2,15,000 ആണ് നമ്മൾ എന്ത് ചെയ്തത്? വിറ്റിട്ടുള്ളത് അല്ലേ. 2,00,000 50 വിറ്റിട്ടുള്ളത്. സോ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 100 എന്ന് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ കോൺസെപ്റ്റ് തന്നെ 25 എന്ന് എടുത്തു. സെല്ലിംഗ് പ്രൈസ് നമുക്ക് 125 എന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 2,50,000 എന്ന് തന്നിട്ടുണ്ട്. സോ എക്സ് ഈക്വൽ ടു എത്ര വരും? ₹2 lakh എന്ന് വരും.
ഓക്കെ, റുപ്പീസ് 2 lakh എന്ന് വരും. ഓക്കെ, യാ. സോ 2,50,000 ആണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് ആയിട്ട് വരിക അല്ലേ? കോസ്റ്റ് പ്രൈസ് ആയിട്ടാണ് വരിക 2,50,000. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? യാ, സോ കോസ്റ്റ് പ്രൈസ് ആയിട്ട് 2 lakh ആണ് കിട്ടിയിട്ടത്. സോ ഈ കോസ്റ്റ് പ്രൈസിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? അവർ കൊടുക്കുന്നുണ്ട് അല്ലേ? നമ്മളോട് പ്രോഫിറ്റ് ആണ് കാണാൻ പറഞ്ഞത്. പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് എത്രയാണ് വരുന്നത്? 54,000 നമുക്ക് എന്ത് വരുന്നുണ്ട്? എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട്. സോ 2,50,000 പ്ലസ് 54,000 മൈനസ് 26,000 2,15,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുക എത്രയാണ്? യാ, സോ ദി ആൻസർ ഈസ് 44,000. ഓക്കെ, സോ ഇതുപോലെയുള്ള പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മൾ റഫായിട്ട് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, യെസ്. ഹായ് എവരി വൺ. സോ ആക്ച്വലി ആ ഒരു MCQയുടെ വീഡിയോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ മാക്സിമം നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ട് മാത്സിൻ്റെ ഇതുപോലെയുള്ളൊരു വീഡിയോ കൂടി നമ്മൾ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. അത് ലൈവായിട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ റെക്കോർഡായിട്ട് ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ടിലിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ ബെറ്റർ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ വീഡിയോ തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ അതേപോലെ മറ്റുള്ള ചാപ്റ്റേഴ്സിൻ്റെയും നോട്ട്സുകളും ഇതുപോലെയുള്ള MCQസിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മുടെ അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള ടെലഗ്രാം ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. സോ ആ ലിങ്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ നെയിം ചോദിക്കുന്നുണ്ടാവും. അതൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എക്സാമിന് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും, ആൻസേഴ്സ് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും, അതുപോലെയുള്ള ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. സോ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് നമ്മളിപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഇന്റർമീഡിയറ്റിലും ഫൈനലിലും ഒക്കെ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്, എല്ലാവർക്കും എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. സോ അക്കൗണ്ടിങ് നല്ല പ്രിപ്പയർ ചെയ്ത് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്, താങ്ക് യു.